ഹലോ എവരിവൺ, ദിസ് ഇസ് അമൽ ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോയൊക്കെ ആയിട്ട് വന്നിട്ട്. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ മാറിയല്ലോ, അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് കളയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഓണം വെക്കേഷൻ ആരംഭിച്ച് നമ്മളെല്ലാവരും വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ ഓണ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന്. മറ്റേത് സബ്ജക്റ്റും അല്ല, നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളെയും പ്രേക്ഷകരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഒന്നുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ ഒരു സെറ്റപ്പാണിത്. കാരണം നമ്മുടെ കയ്യിൽ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഡിജിറ്റൽ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് നാളുകളായി ഇത് ഉപയോഗിച്ചിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് അധികം വൈകിപ്പിക്കാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അസിറ്റോൺ? അസിറ്റോണിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. ഹൈഡ്രോക്സിൽ, ആൽക്കോക്സി, കീറ്റോ, ആൽഡിഹൈഡ് എന്നിവയാണവ. തന്നിരിക്കുന്ന കോമ്പൗണ്ടോ അസിറ്റോൺ ആണ്. പലർക്കും അസിറ്റോൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഏതാണ് ആ കോമ്പൗണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകും. എന്നാൽ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് അസിറ്റോണിൻ്റെ സ്ട്രക്ചറാണ്. CH3CO എന്നതാണ് അസിറ്റോണിൻ്റെ സ്ട്രക്ചർ. ഇവിടെ നോക്കുന്ന സമയത്ത് സ്ട്രക്ചറിന് നടുഭാഗത്ത്, അതായത് രണ്ടാമത്തെ പൊസിഷനിലുള്ള കാർബൺ ആറ്റം ഒരു കാർബണൈൽ കാർബൺ ആണ്. നമുക്കറിയാം ഒരു കാർബണൈൽ കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉള്ള കോമ്പൗണ്ടുകളാണ്. ഈ കാർബണിൻ്റെ മറ്റു 2 ഇലക്ട്രോണുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ഹൈഡ്രജനിലും മറ്റൊരു ബോണ്ട് കാർബണിലും ആണെങ്കിൽ ആ കോമ്പൗണ്ടുകളെ നമ്മൾ ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കും. എന്നാൽ ഒരു കാർബണൈൽ കാർബണിൻ്റെ മറ്റു 2 ബോണ്ടുകളിലും വരുന്നത് കാർബൺ കോമ്പൗണ്ടുകളോ അല്ലെങ്കിൽ കാർബൺ ആറ്റങ്ങളോ ആണെങ്കിൽ അവയെ നമ്മൾ കീറ്റോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ അസിറ്റോണിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാർബണൈൽ കാർബണുമായി 2 വ്യത്യസ്ത കാർബൺ ആറ്റങ്ങൾ മീഥൈൽ ഗ്രൂപ്പുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ തന്നിരിക്കുന്ന അസിറ്റോൺ എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി നിങ്ങൾ അറിയുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നവയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നവ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനോട് ഓക്സിജൻ ഗ്രൂപ്പ് ചേർന്നതിനെയാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവയെ സാധാരണയായിട്ട് RO സിംഗിൾ ബോണ്ട് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. ഇവിടെ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അതായത് മീഥൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അതിൽ ഈഥൈൽ ഗ്രൂപ്പ് ആവാം, അങ്ങനെ ഏത് ഗ്രൂപ്പും ആവാം. കീറ്റോയെക്കുറിച്ചും ആൽഡിഹൈഡിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. കാറ്റഗറിയും ഫംഗ്ഷനും നമുക്ക് 2 ബോക്സുകളിലാക്കിയിട്ട് വിഭാഗവും ധർമ്മവും ബോക്സുകളിൽ നൽകിയിരിക്കുന്നു. ആദ്യം നമുക്ക് കാറ്റഗറി ഒന്ന് വായിച്ചു നോക്കാം. അനാൾജസിക്, ആൻറ്റി പൈററ്റിക്സ്, ആൻറ്റിബയോട്ടിക്സ് എന്നിങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തിൽ മരുന്നുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവ മരുന്നുകളാണ്. അപ്പുറത്തെ ബോക്സിൽ നൽകിയിരിക്കുന്നത് അവയുടെ ഫങ്ഷൻസുമാണ്. ഫങ്ഷൻസിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മരുന്നുകളുടെ ഉപയോഗങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. അനാൾജസിക്കുകൾ സാധാരണയായിട്ട് വേദന സംഹാരിയായിട്ടാണ് നമ്മൾ അനാൾജസിക്കുകൾ ഉപയോഗിക്കാറ്, പെയിൻ കില്ലറുകളായിട്ട്. അതിന് നല്ലൊരു ഉദാഹരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണം ആസ്പിരിൻ ആയിരുന്നു. ഈ ആസ്പിരിൻ സാധാരണയായി ഹൃദയാഘാതം വരുന്ന രോഗികൾക്ക് കൊടുക്കാറുള്ള മരുന്നാണ്. എന്നാൽ ആക്സിഡൻ്റായി രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ മരുന്ന് ആസ്പിരിൻ നമ്മൾ നൽകാറില്ല. അതിനൊരു കാരണമേ ഉള്ളൂ, ഈ വിസ്കോസിറ്റി കുറയുന്നതോട് കൂടിയിട്ട് രക്തത്തിൻ്റെ പമ്പിങ്ങിൻ്റെ അളവ് കൂടും. എന്നാൽ രക്തം കട്ട പിടിക്കില്ല. അപ്പോൾ അധികമായിട്ട് രക്തസ്രാവം വന്ന് രോഗി മരിച്ചു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരിക്കൽ പോലും ആക്സിഡൻ്റ് ആയ വ്യക്തികൾക്ക് ഈ മരുന്ന് കൊടുക്കാത്തത്. രണ്ടാമത്തത് ബി തന്നിട്ടുള്ളത് എന്താണ്?
ആൻറ്റിപൈററ്റിക്സ്. സാധാരണയായി നമ്മൾ ആൻറ്റിപൈററ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, താപനില ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ നല്ല ഉദാഹരണം പഠിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ് പാരസിറ്റാമോൾ. ഈ പാരസിറ്റാമോൾ നല്ല ഒരു അനാൽജസിക് കൂടെയാണ്. വേദന സംഹാരിയായിട്ടും നമ്മൾ സാധാരണ പാരസിറ്റാമോളിനെ ഉപയോഗിക്കാറുണ്ട്. സി ഓപ്ഷനായി നൽകിയിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് ആണ്. സാധാരണയായിട്ട് ചെറിയ സൂക്ഷ്മാണുക്കൾ വളരുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളെ ഉപയോഗിക്കാറുള്ളത്. ആൻറ്റിബയോട്ടിക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഉദാഹരണം എന്തായിരുന്നു? പെൻസിലിൻ ആയിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്കും ഇതേ പെൻസിലിൻ തന്നെയാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ നോഡിൽ നിന്ന് ഈ പെൻസിലിനെ വേർതിരിച്ചെടുത്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലെ ആൻസറുകൾ പരിശോധിക്കാം. എ അനാൾജസിക്. അനാൾജസിക്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലെങ്കിൽ താപനില കുറയ്ക്കുക എന്നാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഫങ്ഷൻസിൽ റെഡ്യൂസ് ടെമ്പറേച്ചർ, പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം, റിലീവ് പെയിൻ. ശരീര താപനില കുറയ്ക്കുന്നതിന്, രോഗാണുക്കളായ സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിന്, വേദന സംഹാരിയായി എന്ന 3 ഓപ്ഷനുകളുണ്ട്. അതിൽ അനാൾജസിക്കിന് ശരിയായ ഉത്തരം ഏതാണ്? റിലീവ് പെയിൻ, വേദന സംഹാരിയായി, ഓപ്ഷൻ 3. ഇനി രണ്ടാമത്തേത് ബി ക്വസ്റ്റ്യൻ, ആൻറ്റിപൈററ്റിക്സ്. ആൻറ്റിപൈററ്റിക്സ് ഉപയോഗിക്കുന്നത് ശരീര താപനില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന്. ഫങ്ഷൻസിൽ നോക്കുമ്പോൾ 1 റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില കുറയ്ക്കുന്നതിന്. അപ്പോൾ ബിയുടെ ആൻസർ 1 ആയിരിക്കും. സി ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് സാധാരണയായിട്ട് നമ്മൾ സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് സിയുടെ ആൻസർ. നമ്മൾ നോക്കുന്നു എ 3, ബി 1, സി 2. ശരിയായ ഉത്തരം താഴെ നിന്ന് തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞത്. നോക്കുന്ന സമയത്ത് ആ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. An alkane X with 4 carbon atom undergo thermal cracking to get the products Y and Z. Choose the correct options from the following. 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽക്കെയിൻ എക്സ് താപീയ വിഘടനം വഴി വൈ സെഡ് എന്നീ ഉൽപ്പന്നങ്ങളായി മാറുന്നു. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആൽക്കെയിൻ എന്നാണ്, എക്സ് എന്ന ആൽക്കെയിൻ. കൂടാതെ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്? 4 കാർബൺ ആറ്റങ്ങളാണുള്ളത് എന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ആൽക്കെയിൻ എന്ന് വച്ചാൽ ഏകബന്ധനം, സിംഗിൾ ബോണ്ട് മാത്രമുള്ളവരെയാണ് നമ്മൾ ആൽക്കെയിനുകൾ എന്ന് പറയുന്നത്. എന്നാൽ ദ്വിബന്ധനമുള്ളവരെ നമ്മൾ ആൽക്കീനുകൾ എന്ന് പറയും. ഇനി ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമുള്ളവരെ നമ്മൾ ആൽക്കൈൻ എന്നുമാണ് സാധാരണ പറയാറുള്ളത്. ഇതിനൊക്കെ ഓരോ ജനറൽ ഫോർമുലയുമുണ്ട്. ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ആൽക്കീനിൻ്റെ ജനറൽ ഫോർമുല CnH2n ആണ്. ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല CnH2n-2 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ ആണ് എന്നാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. ഈ ജനറൽ ഫോർമുല നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ N എന്ന് വെച്ചാൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 4 കാർബൺ ആറ്റങ്ങളുണ്ട് എന്നാണ്. ഞാൻ ഈ ഇക്വേഷനിൽ CnH2n+2 എന്ന Nൻ്റെ ഭാഗത്തൊക്കെ 4നെ കൊടുക്കുന്നു. C4H2 അതായത് അപ്പോൾ എനിക്ക് കിട്ടും C4H10 എന്ന് ലഭിക്കും. ഞാൻ ഇനി ആൻസറിലേക്ക് നോക്കുന്നു. എക്സ് എന്ന് പറയുന്നത് C4H10 ആണ്. നോക്കുമ്പോൾ എനിക്ക് കാണാം ബിയിൽ നൽകിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് C4H10 ആണ്, ഡിയിലും ഉള്ളത് C4H10 ആണ്. ഇതിൽ ഏതുമാവാം ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു സംയുക്തം നൽകിയിട്ട് അതിൻ്റെ താപീയ വിഘടനം വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ആ സംയുക്തത്തിൽ ഉണ്ടോ അത്രയും കാർബൺ ആറ്റങ്ങൾ തന്നെ
നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഉണ്ടായിരിക്കണം. ഞാനിനി ഓപ്ഷൻ ബിയിലേക്ക് പോകുന്നു. വൈയിൽ ആകെ ഒരൊറ്റ കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് മീഥെയിൻ മാത്രമാണുള്ളത്. എന്നാൽ സെഡിലായിട്ട് നൽകിയിരിക്കുന്നത് ഈഥീനാണ്. 2 കാർബൺ ആറ്റവും, അതായത് 2ഉം 1ഉം 3 കാർബൺ ആറ്റങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡിയിലേക്ക് നോക്കുന്നു. വൈ ആയിട്ട് ഇവർ നൽകിയിരിക്കുന്നത് ഈഥെയിനാണ്. ഈഥെയിനിൽ 2 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതുപോലെ സെഡ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഈഥീനാണ്. ഈഥീനിലുള്ളത് 2 കാർബൺ ആറ്റങ്ങളാണ്. മൊത്തമായി 4 കാർബൺ ആറ്റങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിലെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 4. 2 പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് താഴെ കാണുന്ന ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1, എൽ ഷെൽ കണ്ടെയ്ൻസ് മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ്. പ്രസ്താവന 1, എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. പ്രസ്താവന 2, എൽ ഷെൽ ഹാവ് 5 ഓർബിറ്റൽ. പ്രസ്താവന 2 പറയുന്നത് എൽ ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവനകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളെ, പ്രസ്താവനകളെ ഒന്ന് പരിശോധിക്കാം. എൽ ഷെൽ കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺ. എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. എൽ ഷെൽ ഹാവ് 5 ഓർബിറ്റൽ. എൽ ഷെല്ലിന് 5 ഓർബിറ്റലുകൾ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർബിറ്റുകളെ കുറിച്ചിട്ട്. നമ്മൾ പഠിച്ച ഓർബിറ്റുകളെ നമ്മൾ കെ, എൽ, എം, എൻ എന്ന അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചു. ഇതിനെ തന്നെ നമ്മൾ പ്രധാന ഊർജ നിലയങ്ങൾ, പ്രിൻസിപ്പൽ എനർജി ലെവൽസ് എന്ന് വിളിച്ചു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിച്ചു. എൻ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ, സ്മോൾ ലെറ്റർ എൻ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. അതിൽ കെയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, എല്ലിൻ്റേത് 2, എമ്മിൻ്റേത് 3, എന്നിൻ്റേത് 4 ആയിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 2 ആയിരുന്നു. എല്ലിൽ 8 ആയിരുന്നു. എമ്മിൽ അത് 18 ആയിരുന്നു. എന്നിൽ അത് 32 ആയിരുന്നു. നമ്മളോട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൽ ഷെൽ കണ്ടെയ്ൻസ് മാക്സിമം 8 ഇലക്ട്രോൺ. ഞാനിതാ എൽ ഷെല്ലിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എനിക്ക് കാണാം ഇതിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു? 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, പ്രസ്താവന 1 ശരിയാണോ? അതെ, ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് എൽ ഷെല്ലിൽ 5 ഓർബിറ്റലുകളുണ്ട്. എൽ ഷെൽ ഹാവ് 5 ഓർബിറ്റൽ. ഓർബിറ്റലിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എൻ സ്ക്വയർ. എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ കെയുടെ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയായിരിക്കും? 1 സ്ക്വയർ, അതായത് 1 തന്നെയായിരിക്കും. ഇനി എല്ലിൻ്റേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, ഓർബിറ്റലുകളുടെ എണ്ണം 2ൻ്റെ സ്ക്വയർ 4 ആയിരിക്കും. ഇനി എമ്മിൻ്റെ ആണെങ്കിൽ എമ്മിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3, 3ൻ്റെ സ്ക്വയർ 9. എന്നിനാണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ എത്ര ഓർബിറ്റലുകളായിരിക്കും എൽ ഷെല്ലിൽ ഉണ്ടായിരിക്കുക? 4 ഓർബിറ്റലുകളായിരിക്കും. എന്നാൽ നമ്മളോട് പ്രസ്താവന 2 പറയുന്നു 5 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രസ്താവന 2, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണോ? അല്ല, ശരിയല്ല. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആണോ? അല്ല, 1 മാത്രമേ ശരിയുള്ളൂ, 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് നോട്ട് കറക്റ്റ്. യെസ്, അത് തന്നെ, പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 ശരിയല്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം. An aromatic hydrocarbon has 6 carbon atoms and 6 hydrogen atoms in its molecule. ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബണിൻ്റെ തന്മാത്രയിൽ 6 കാർബൺ ആറ്റങ്ങളും 6 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ട്. ഈ സംയുക്തത്തിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു OH ഗ്രൂപ്പ് വരുമ്പോൾ ലഭിക്കുന്ന സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുക. Draw the structure of compound obtained when hydrogen atom of this compound is replaced with an OH group എന്നുള്ളതാണ് A question. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നാണ്. അരോമാറ്റിക് ആവുന്നതിനായിട്ട് ഹക്കൽസ് റൂൾ എന്ന് പറയുന്ന നിയമം പാലിക്കേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ വിചാരിച്ചിരുന്നത്
അരോമ ഉണ്ടാക്കുന്ന, അതായത് സുഗന്ധമുണ്ടാക്കുന്ന സംയുക്തങ്ങളെ മാത്രമാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ അരോമാറ്റിക്കുകളെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹക്കൽസ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എന്നിരുന്നാലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സൈക്ലിക് കോമ്പൗണ്ടുകളായിരിക്കും നമ്മൾ പഠിക്കുന്ന ഒട്ടുമിക്ക എല്ലാ അരോമാറ്റിക് സംയുക്തങ്ങളും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 6 കാർബൺ ആറ്റങ്ങളുള്ള ഒരു അരോമാറ്റിക് സംയുക്തം എന്നാണ്. അപ്പോൾ 6 കാർബൺ ആറ്റങ്ങളെ നമ്മൾ വരച്ചു വെച്ചതിന് ശേഷം ഇതിനെ സൈക്ലിക് ആക്കി മാറ്റാൻ പോവുകയാണ്. സൈക്ലിക് ആക്കി മാറ്റി നിങ്ങൾ ഈ സ്ട്രക്ചർ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ബെൻസീൻ്റെ സ്ട്രക്ചറാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബെൻസീനകത്ത് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. ബെൻസീനെ ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഇതിന് ചുറ്റുമുള്ള ഹൈഡ്രജനെ കൂടെ വരച്ച് വെക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇത് വരച്ചില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം ഒന്നും ഇല്ല. എന്നാലും ഞാൻ ഹൈഡ്രജനുകളെ വരച്ചു വെക്കുന്നു. വേണമെങ്കിൽ ബെൻസീനെ മറ്റൊരു തരത്തിൽ നമുക്ക് വരയ്ക്കാം. ഇത് ലൈൻ ഫോർമുലയാണ്, ലൈന് വെച്ച് മാത്രം വരയ്ക്കുന്ന രൂപം. അതിൽ കാർബൺ ആറ്റങ്ങൾ, ഓരോ ലൈനിൻ്റെ എഡ്ജുകളും കാർബൺ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ടുകളും. ഇനി ഇങ്ങനെയല്ല എങ്കിൽ ഇതുപോലെ തന്നെ 6 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കോമ്പൗണ്ട് വരച്ച് സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് വരച്ച് കഴിഞ്ഞാലും ബെൻസീൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. Draw the structure of compound obtained when a hydrogen atom of this compound is replaced with an OH group. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം അവിടെ OH ഗ്രൂപ്പ് വന്നു ചേർന്നിരിക്കുന്നു. ഈ സംയുക്തത്തിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു OH ഗ്രൂപ്പ് വരുമ്പോൾ ലഭിക്കുന്ന സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുക. നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുള്ള ബെൻസീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ റിമൂവ് ചെയ്ത് അവിടെ നമുക്ക് OHനെ വരച്ചു കൊടുക്കാം. ഞാൻ താഴെ വരച്ച സ്ട്രക്ചറുകളിലൊക്കെ ആ OHനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് എല്ലാവർക്കും അറിയുമോ? നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ലഭിച്ച സംയുക്തത്തിൻ്റെ പേര് എഴുതുക. ഏതാ ഈ കോമ്പൗണ്ട് എന്നറിയോ? ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ഫീനോൾ. എന്താ പേര് പറഞ്ഞത്? ഫീനോൾ. ഇത് എല്ലാവരും നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഒരു കോമ്പൗണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് മെൻ ബൈ കമ്പഷൻ? ജ്വലനം എന്നാൽ എന്ത്? ജ്വലനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമുണ്ട്. കത്തുക എന്നാണ് അർത്ഥം. ഇവിടെ ജ്വലനം എന്ന വാക്ക് വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, കമ്പഷൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഓക്സിജനുമായി കൂടിച്ചേരുക എന്നാണ്. ഹൈഡ്രോ കാർബണുകൾ വായുവിലെ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് കമ്പഷൻ. അതായത് ഹൈഡ്രോ കാർബൺസ് കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കമ്പഷൻ. നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ലോകത്തിലുള്ള ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും നമുക്ക് ലഭിക്കുന്ന 2 ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും വാട്ടറും ആയിരിക്കും എന്നറിയുക. ബി ക്വസ്റ്റ്യനിലേക്ക്. ബ്യൂട്ടൈൻ ബേൺസ് ഇൻ എയർ X+Y. ബ്യൂട്ടൈൻ വായുവിൽ കത്തുന്നു, അപ്പോൾ XY ലഭിക്കുന്നു. ഐഡന്റിഫൈ X ആൻഡ് Y. XY ഇവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നേരത്തെ നമ്മുടെ കമ്പഷന്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് എന്തായിരുന്നു? ഹൈഡ്രോ കാർബണുകൾ വായുവിലെ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് കമ്പഷൻ. ഹൈഡ്രോ കാർബൺസ് കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ബേൺസ് ഇൻ എയർ എന്ന വാക്കിന് അർത്ഥം ഓക്സിജനുമായി കൂടിച്ചേരുക എന്ന് തന്നെയാണ്. വായുവിൽ കത്തുക എന്ന് പറയുന്നത് ഓക്സിജനുമായി കൂടിച്ചേരുക എന്നത് തന്നെയാണ്. ലോകത്തിൽ ഏതൊരു ഹൈഡ്രോ കാർബൺ കത്തിയാലും എന്ത് ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സും വൈയും എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അടുത്ത ചോദ്യത്തിലേക്ക്.
ഏഴാമത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യൻ ഓർ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ രണ്ടും ഒന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ. ഏഴാമത്തെ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യൻ അനലൈസ് ദ ഫോളോയിങ്. ചുവടെ നൽകിയിരിക്കുന്നത് വിശകലനം ചെയ്യുക. പ്രൊപ്പെയിൻ, വൺ ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ്. പ്രൊപ്പേ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പ്രൊപ്പെയിൻ ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റം മാറി ഒരു OH ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കും എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ് പ്രൊപ്പെയിൻ? പ്രൊപ്പെയിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വരച്ചു നോക്കാം. ഒരു കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിനെ നമ്മൾ മീത്ത് എന്ന് വിളിക്കും. 2 കാർബൺ ആറ്റം ഉള്ളതിനെ ഈത് എന്ന് വിളിക്കും. 3 കാർബൺ ആറ്റം ഉള്ളതിനെ പ്രൊപ്പ് എന്ന് വിളിക്കും. അപ്പോൾ പ്രൊപ്പെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും? 3 കാർബൺ ആറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഏകബന്ധനം, സിംഗിൾ ബോണ്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ വാലൻസി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്, വാലൻസി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജനുകളെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ കാർബണും മറ്റൊരു കാർബണുമായി ബന്ധിച്ചിരിക്കുന്നു. കാർബണിൻ്റെ വാലൻസി നമുക്കറിയാം എപ്പോഴും 4 ആയിരിക്കും. ഇപ്പോൾ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കി 3 ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ടുണ്ട്. ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 3 ഹൈഡ്രജനുകളെ ചേർത്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് നോക്കുമ്പോൾ 2 കാർബൺ ആറ്റങ്ങളുമായി അത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി 2 ഇലക്ട്രോണുകളുണ്ട്. വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ ചേർത്ത് കൊടുക്കുന്നു. അവസാനത്തെ കാർബൺ ആറ്റത്തിൽ എത്ര ഹൈഡ്രജനുകൾ വേണം എന്ന് നിങ്ങൾ പറയുക. എനിക്കറിയാം, അത് 3 ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം അവിടെ ഒരു OH ഗ്രൂപ്പ് വന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ കാർബൺ ആറ്റത്തിൽ എവിടെ നിന്നെല്ലാം ഹൈഡ്രജനുകളെ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്? ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ എടുക്കാം. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്നും എടുക്കാം. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്നും എടുക്കാം. പക്ഷേ ഒരിക്കലും ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ഏകദേശം നമ്മൾ പറയുക ആകെ 1-2 സ്ഥാനങ്ങളിൽ നിന്ന് മാത്രം എടുക്കുക എന്നാണ്. അതിന് കാരണം എന്താണെന്നറിയോ? മൂന്നാമത്തതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ എടുത്ത് അവിടേക്കൊരു OH ചേർത്ത് കഴിഞ്ഞാലും നമ്മുടെ നമ്പറിങ്ങിൻ്റെ ഓർഡർ തുടങ്ങേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് ചേർന്നിടത്ത് നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയാത്തത്. ഇവിടെ നമ്മൾ ആകെ പറഞ്ഞു പോകുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങളെ മാത്രമാണ്. ഇനി ആദ്യം ഞാൻ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഒരു ഹൈഡ്രജൻ എടുക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അപ്പോൾ അത് CH2 ആയി മാറും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമുക്ക് എഴുതി വെക്കാം. എന്നിട്ട് അവിടെ വന്ന് ചേർന്നിട്ടുള്ളത് എന്താണ്? OH ഗ്രൂപ്പാണ്. അവിടേക്ക് ഞാൻ ഒരു OH ഗ്രൂപ്പിനെ ചേർത്ത് കൊടുക്കുന്നു. ഇനി അതല്ല, രണ്ടാമത്തെ പൊസിഷനിൽ നിന്നാണ് ഞാനൊരു ഹൈഡ്രജനെ എടുക്കുന്നത് എങ്കിൽ എനിക്ക് ലഭിക്കുക CH3 അതുപോലെ തന്നെ ലഭിക്കും. അതുപോലെ CH2-ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി അത് CH ആയി മാറും. ബാക്കിയുള്ള ഒരു CH3 അവിടെ തന്നെ ഉണ്ടാകും. ഇവിടേക്ക് ഒരു OH ഗ്രൂപ്പ് വന്ന് ചേരും. ഇങ്ങനെയുള്ള 2 സാധ്യതകളാണ് എക്സിനുള്ളത്. അപ്പോൾ എക്സിൻ്റെ സാധ്യതകൾ രണ്ടും നമ്മൾ എഴുതി വെക്കുന്നു. അടുത്ത ചോദ്യം ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ഇറ്റ്സ് IUPAC നെയിം? എന്താണ് ഇതിൻ്റെ IUPAC നാമം എന്ന ചോദ്യം വളരെ സിമ്പിളാണ്. IUPAC നെയിമിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമത്തേത് ഏറ്റവും വലിയ നീളം കൂടിയ ചെയിൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ചെയിനുകളെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പൊസിഷനുകളെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്പറിങ്ങിൽ തുടങ്ങാം. നമ്പറിങ് എപ്പോഴും തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 2 എൻഡുകളിലുള്ള കാർബൺ ആറ്റങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്പറിങ് തുടങ്ങണം. അപ്പോൾ ഇവിടെ ഏത് സൈഡിൽ നിന്നാണ് ഞാൻ നമ്പറിങ് തുടങ്ങേണ്ടത്? അതെ, ഈ സൈഡിൽ നിന്ന്, അതായത് ഇടത് ഭാഗത്ത് നിന്ന് തന്നെയാണ് ഞാൻ നമ്പറിങ് തുടങ്ങേണ്ടത്. 1, 2, 3 3 കാർബൺ ആറ്റങ്ങളാണുള്ളത്. ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, OH ഗ്രൂപ്പ്. അപ്പോൾ അത് അവസാനിക്കുന്നത് ഓളിലായിരിക്കും. OH ഗ്രൂപ്പ് വന്നാൽ പേര് അവസാനിക്കുന്നത് ഓളിലായിരിക്കും. 3 കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പ്രൊപ്പനോൾ എന്നായിരിക്കും. എന്താ പേര് പറഞ്ഞത്? പ്രൊപ്പനോൾ എന്നായിരിക്കും പേര്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട്, ഇതിൽ എവിടെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടുത്തെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്. അപ്പോൾ 1, 2,
3 നമ്പറിങ് ഞാൻ നടത്തിയതിന് ശേഷം പറയും ഇത് പ്രൊപ്പാൻ തന്നെയാണ്. പ്രൊപ്പാൻ ഏത് പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്? രണ്ടാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഓള്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് പ്രൊപ്പാൻ 2 ഓൾ എന്നുമായിരിക്കും. അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട്. 1 molecule of an aliphatic organic compound has 6 carbon atoms. It is identified as a saturated carboxylic acid. ഒരു അലിഫാറ്റിക് ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഒരു തന്മാത്രയിൽ 6 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇത് ഒരു പൂരിത കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു എന്ന് നോക്കാം. അലിഫാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? 6 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ നമ്മളോട് പറഞ്ഞു സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്, പൂരിത കാർബോക്സിലിക് ആസിഡ്. പൂരിതം എന്ന വാക്കിനർത്ഥം ആ കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ടുകൾ, ഏകബന്ധനം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് കോമ്പൗണ്ടുകളിൽ ഉള്ളത് എങ്കിൽ അവയെ അൺസാച്ചുറേറ്റഡ് എന്ന്, അപൂരിതം എന്നാണ് പറയാറുള്ളത് എന്നും അറിഞ്ഞിരിക്കുക. ചോദ്യത്തിലേക്ക്. എ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതുക. നമ്മളോട് പറഞ്ഞു 6 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അത് ഒരു സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COOH ആണ് എന്ന് നമുക്ക് അറിയാം. നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്താണ്? 6 കാർബൺ ആറ്റംസ്. അപ്പോൾ ഞാൻ അതിന് വരയ്ക്കാൻ പോവുകയാണ്. എ ക്വസ്റ്റ്യൻ്റേത് 6 കാർബൺ ആറ്റങ്ങളെ ഞാൻ വരച്ചു വെക്കുന്നു. ഇനി നമ്മളോട് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. അതായത് സിംഗിൾ ബോണ്ടുകൾ മാത്രമായിരിക്കും ഇവയിൽ ഉണ്ടായിരിക്കുക. കാർബോക്സിലിക് ആസിഡ് COOH ആണ്. 6 കാർബൺ ആറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർബണിനെ ഞാൻ കാർബോക്സിലിക് ആസിഡായി കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. ഞാനിവിടെ അവസാനമായി സ്ഥിതി ചെയ്യുന്നതിനെയാണ് കാർബോക്സിലിക് ആസിഡാക്കി കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ളവയെ ഇനി ഞാൻ ഹൈഡ്രജൻ ഇട്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കണം. ആദ്യത്തെ കാർബൺ ആറ്റത്തിന് 3 ഹൈഡ്രജനുകളെ കൊടുക്കും. രണ്ടാമത്തേതിന് 2 ഹൈഡ്രജൻ, പിന്നെയും 2, അടുത്തതിലും 2, അടുത്തതിലും 2. ഇനി ഇതിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്പറിങ് തുടങ്ങണം. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രാധാന്യം കൂടിയ ഒരാളാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അതിനാൽ നമ്പറിങ് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. ഒന്നാമത്തേത് കാർബോക്സിലിക് ആസിഡ്, 2, 3, 4, 5, 6. ഒരു കാർബോക്സിലിക് ആസിഡ് കോമ്പൗണ്ടിൻ്റെ നൽകുമ്പോൾ പേരിന് ഏറ്റവും അവസാനത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഓയിക് ആസിഡ് എന്നാണ്. ഇവിടെ 6 കാർബണുകളുള്ള കോമ്പൗണ്ടാണ്. ഒരു കാർബണുള്ള കോമ്പൗണ്ടിനെ നമ്മൾ മീത്ത് എന്ന് വിളിക്കും. 2 ഉള്ളത് ഈത്ത്, 3 ഉള്ളത് പ്രൊപ്പ്, 4 ഉള്ളത് ബ്യൂട്ട്, 5 ഉള്ളത് പെൻറ്റ്, 6 ഉള്ളത് ഹെക്സ്. അപ്പോൾ ഇത് ഹെക്സാനോയിക് ആസിഡ് ആണ് എന്നും നിങ്ങൾ അറിയുക. ബി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് കോമ്പൗണ്ട് ഇൻ ദിസ് ഫാമിലി വിത്ത് 5 കാർബൺ ആറ്റംസ്. ഈ കുടുംബത്തിൽപ്പെട്ട 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. 5 കാർബൺ ഉള്ളതിനെ നമ്മൾ പെൻറ്റാൻ എന്നാണ് വിളിക്കാറ്. കാർബോക്സിലിക് ആസിഡ് ആവുമ്പോൾ ഓയിക് ആസിഡ് എന്നും ചേർക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് എന്ന് പറയുന്നത് പെൻറ്റാനോയിക് ആസിഡ് എന്നായിരിക്കും അറിയുക. അടുത്ത ചോദ്യത്തിലേക്ക്. 8ാമത്തെ ചോദ്യം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുലേ ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യം എഴുതുക. നമുക്ക് 2 കോമ്പൗണ്ടുകളാണ് തന്നിട്ടുള്ളത്. ആരൊക്കെയാ? 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ എന്ന് പറയുന്ന 2 കോമ്പൗണ്ടുകൾ. 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ, പ്രൊപ്പൈൻ എന്ന് പറയുന്ന 2 കോമ്പൗണ്ടുകൾ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു സംയുക്തത്തിൻ്റെ പേര് ലഭിച്ചാൽ എങ്ങനെ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഘടന വരയ്ക്കണം എന്നുള്ളത്.
അതിനായിട്ട് എൻ്റെ കെമിസ്ട്രി സാർ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നത് മൂട്ടിൽ നോക്കൂ നട്ടെല്ല് വരയ്ക്കൂ എന്നാണ്. അതിന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഈ പേരിൻ്റെ അവസാനത്തിലേക്ക് നോക്കുക. അവസാനത്തിലായിരിക്കും ഇത് എന്താ കോമ്പൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവുക. മെയിൻ ചെയിൻ്റെ പേര് എന്താ ഇവിടെ നൽകിയിട്ടുള്ളത്? പ്രൊപ്പെയിൻ എന്നാണ് നൽകിയിട്ടുള്ളത്. പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് എത്ര കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്? 3 കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ടാണ് പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ANE ആണ്, എയിനാണ് എന്നുള്ളതുകൊണ്ട് ഇവ തമ്മിലുണ്ടായിരിക്കുക സിംഗിൾ ബോണ്ടുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മുന്നിലേക്ക് നോക്കുന്നു. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം 2,2 ഡൈബ്രോമോ. ബ്രോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രോമിനായിരിക്കും വന്ന് ചേർന്നിട്ട് ഉണ്ടായിരിക്കുക. ബ്രോമിൻ എവിടെയെല്ലാം വന്ന് ചേർന്നിട്ടുണ്ട്? 2,2 പൊസിഷനിലാണ് ബ്രോമിൻ വന്ന് ചേർന്നിട്ടുള്ളത്. ഞാൻ ഈ കാർബൺ കോമ്പൗണ്ടിന് നമ്പറിങ് നൽകുകയാണ്. 1, 2, 3. ഈ നമ്പറിനെ ഞാൻ തൽക്കാലം വായിച്ചു കളയുന്നു. 2 എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്രോമിൻ എവിടെയാണ് വരേണ്ടത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ. അതും എത്ര എണ്ണം വേണം? 2,2 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 ബ്രോമിൻ ആറ്റങ്ങൾ ഇവിടെ വന്ന് ചേരേണ്ടതുണ്ട്. ഇനി ബാക്കിയുള്ളവയുടെ വാലൻസി ഞാൻ റെഡിയാക്കുകയാണ്. നടുവിലുള്ള ഈ രണ്ടാമത്തെ കാർബൺ ആറ്റം 4 ഇലക്ട്രോണുകളും ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ അവർ വാലൻസി ഫില്ല് ചെയ്തിരിക്കുന്നു. ഇനി അവസാനത്തതിലേക്ക് നോക്കുമ്പോൾ 3 എണ്ണം ആവശ്യമാണ്. 3 ഹൈഡ്രജനെ നിറച്ചു കൊടുക്കും. ആദ്യത്തിലേക്ക് നോക്കുമ്പോൾ 3 ഹൈഡ്രജനെ വീണ്ടും നിറച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫോർമുല ഈ ഒരു വസ്തുവിൻ്റെ പേരാണ്, ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് എന്ത്? 2,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോമ്പൗണ്ട് ഏതാ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്? പ്രൊപ്പൈൻ. ഐന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ടാണ്. സ്ഥാനം പറയാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഒന്നാമത്തെ കോമ്പൗണ്ടിൽ, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് അതിൻ്റെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാർബൺ 3 എണ്ണം, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ നമ്മൾ നിറച്ചു കൊടുക്കണം? ഈ ആറ്റം 3 ബോണ്ടുകൾ ആദ്യമേ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ അതിനാകെ ആവശ്യമായിട്ടുള്ളത് ഒരേ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാത്രമാണ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ അത് 4 എണ്ണവും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. അതിനാൽ അതിന് ഹൈഡ്രജനെ ഇനി നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവസാനത്തെ കാർബൺ ആറ്റത്തിൽ നോക്കുന്ന സമയത്ത് അത് ഒരൊറ്റ കാർബൺ ആറ്റവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഹൈഡ്രജനുകളെ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതായിരിക്കും പ്രൊപ്പൈനിൻ്റെ രൂപം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9. 1 ethyl molecule is allowed to react with 2 chlorine molecules. ഒരു ഈഥൈൻ തന്മാത്രയെ 2 ക്ലോറിൻ തന്മാത്രകളുമായി പ്രവർത്തിപ്പിക്കുന്നു. ഈഥൈൻ എന്ന് പറഞ്ഞിരിക്കുന്നു, 2 ക്ലോറിൻ തന്മാത്രകൾ എന്നും പറഞ്ഞിരിക്കുന്നു. ഈഥൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മെത്ത് 1 കാർബണുള്ള കോമ്പൗണ്ട്, എത്ത് 2 കാർബണുള്ള കോമ്പൗണ്ട്. ഐൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമായിരിക്കും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി വാലൻസി ഞാനത് ഫില്ല് ചെയ്തു കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2 ക്ലോറിൻ മോളിക്യൂളുകളുമായിട്ട്. 1 ക്ലോറിൻ മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ Cl2 ആണ്. ഇങ്ങനത്തെ 2 Cl2കൾ വരുമ്പോഴാണ് 2 ക്ലോറിൻ മോളിക്യൂളുകളാവുക. Cl എന്ന് മാത്രമാണ് എഴുതിയത് എങ്കിൽ ഇത് Cl ആറ്റവും, Cl2 ആണെങ്കിൽ 1 ക്ലോറിൻ മോളിക്യൂളും, എന്നാൽ 2 Cl2 ആണെങ്കിൽ അത് 2 ക്ലോറിൻ മോളിക്യൂളുമാണ് എന്ന് നമ്മൾ അറിയുക. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ പഠിച്ച ഒരു കുട്ടിക്ക് അറിയാം. അതിൽ ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ദ്വിബന്ധനമായി മാറും. ഇനി ഡബിൾ ബോണ്ട് ദ്വിബന്ധനം ഏകബന്ധനമായി മാറും, അതായത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആദ്യം 1 ക്ലോറിൻ മോളിക്യൂളുമായി കൂടിച്ചേർന്ന്, ഒരൊറ്റ ക്ലോറിൻ മോളിക്യൂളുമായിട്ടാണ് ആദ്യം കൂടിച്ചേരുക, എന്നിട്ട് അതിനെ ഡബിൾ ബോണ്ട് ആക്കി കളയും. ഡബിൾ ബോണ്ട് ആകുന്നതോടുകൂടി ഇതിൻ്റെ വാലൻസി ഡിസ്റ്റർബ്ഡ് ആയി. വാലൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോറിൻ മോളിക്യൂളുകൾ ഓരോന്നും ഈ കാർബൺ ആറ്റങ്ങളോട് കൂടി കൂടിച്ചേർന്ന്
ഈഥീൻ എന്ന മോളിക്യൂള് 1,2 ഡൈക്ലോറോ ഈഥീനായി മാറും. ഈഥൈൻ എന്ന മോളിക്യൂൾ 1,2 ഡൈക്ലോറോ ഈഥീൻ ആയി മാറും. ഇനി ഈ കാണുന്ന 1,2 ഡൈക്ലോറോ ഈഥീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് അടുത്ത ഒരു ക്ലോറിൻ മോളിക്യൂൾ കൂടി വന്നു ചേരുന്നു, Cl2. ഇതോടുകൂടി വീണ്ടും അഡീഷൻ രാസപ്രവർത്തനം ഇവിടെ നടക്കും. ദ്വിബന്ധനം ഏകബന്ധനമായി മാറും. അതോടുകൂടി CH സിംഗിൾ ബോണ്ട് CH 2 കാർബൺ ആറ്റങ്ങളിലും നേരത്തെ ഉള്ള ക്ലോറിൻ ആറ്റങ്ങൾ കൂടാതെ ഇപ്പോൾ നമ്മൾ പ്രവർത്തിപ്പിച്ച ക്ലോറിൻ ആറ്റങ്ങൾ ഓരോ കാർബണിൻ്റെ കൂടെയും കൂടിച്ചേരുകയും അങ്ങനെ നമുക്ക് 1122 ടെട്രാ ക്ലോറോ ഈഥൈൻ ലഭിക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ IUPAC നാമം എഴുതുക. പേരെന്തായിരിക്കും? 1122 ടെട്രാക്ലോറോ ഈഥൈൻ എന്നായിരിക്കും പേര് എന്നറിയുന്നതോടുകൂടി 10ാമത്തെ ചോദ്യത്തിലേക്ക്. എ സാച്ചുറേറ്റഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ മോളിക്യൂൾ contains a total of 7 carbon atoms. There is a methyl group as branch at second carbon atom of its main chain. പൂരിത അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ തന്മാത്രയിൽ ആകെ 7 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതിൻ്റെ മുഖ്യ ചെയിനിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ശാഖയുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 7 കാർബൺ ആറ്റങ്ങളുള്ള ഒരു സാച്ചുറേറ്റഡ് അലിഫാറ്റിക് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പൂരിത അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. 7 കാർബണുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പിനെയാണ് നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയാറുള്ളത്. നമ്മളവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് 7 കാർബൺ ആറ്റങ്ങളുള്ള സാച്ചുറേറ്റഡ് പൂരിതം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഏകബന്ധനമുള്ള സംയുക്തങ്ങളാണ്. ഏകബന്ധനം മാത്രമേ അതിലുണ്ടായിരിക്കുകയുള്ളൂ. ഈ ഇൻഫർമേഷൻ കിട്ടുന്നതോടുകൂടി നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസിൽ കയറിയിട്ട് 7 കാർബൺ ആറ്റങ്ങളുള്ള ഒരു സംയുക്തത്തെ വരച്ച് വച്ച് നേരെ ആൻസർ ഷീറ്റും സബ്മിറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ലഭിക്കും 0 മാർക്ക്. കാരണം എന്താ എന്നറിയോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൊത്തമായിട്ട് 7 കാർബൺ ആറ്റങ്ങൾ എന്നാണ്. എന്നാൽ നമ്മൾ ഈ വരച്ചു വച്ചിരിക്കുന്നതിൽ ലോങ്ങസ്റ്റ് ചെയിനിൽ തന്നെ 7 കാർബൺ ആറ്റങ്ങളെ വരച്ചു വച്ചാൽ എത്ര കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ടാണ് നമുക്ക് ലഭിക്കുക? 1 2 3 4 5 6 7 8 കാർബൺ ആറ്റങ്ങളുള്ള ഒരു സംയുക്തത്തെയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആയോ? ഇല്ല. അപ്പോൾ നമ്മൾ എത്ര എഴുതാൻ പാടുള്ളൂ? ലോങ്ങസ്റ്റ് ചെയിനിൽ ആകെ 6 കാർബൺ ആറ്റങ്ങളെ പാടുള്ളൂ. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ബാക്കി ഉള്ളവയുടെ വാലൻസി കൂടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഈ വരച്ച് വയ്ക്കുന്നതായിരിക്കും. ഈ കോമ്പൗണ്ടിൻ്റെ പേര് ആർക്കെങ്കിലും പറയാൻ കഴിയോ? കമൻറ്റിൽ എഴുതി രേഖപ്പെടുത്തുക. ഇനി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ ഈ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സിമ്പിൾ, നമ്മൾ ആദ്യം തന്നെ വരച്ച് വച്ചിരിക്കുന്നു. ബി, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പറിങ് നടത്തണം. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും നമ്പറിങ് ചെയ്യണം. അത് ഞാൻ 2 സൈഡിൽ നിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ നമ്പറിങ്ങിന് ശേഷം ലോങ്ങസ്റ്റ് ചെയിനിനെ സെലക്ട് ചെയ്യണം. 6 എണ്ണം ഉള്ളതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ എവിടെയാണെന്ന് നോക്കണം. 2ലുണ്ട്. ഇടത്ത് നിന്ന് വലത്തോട്ട് എണ്ണുന്ന സമയത്ത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. എന്നാൽ വലത്ത് നിന്ന് ഇടത്തേക്ക് എണ്ണുന്ന സമയത്ത് 5ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. 5 ആണോ 2 ആണോ ചെറുത്? IUPAC നെയിമിംഗ് നടത്തുന്ന സമയത്ത്
ഏറ്റവും ചെറിയ പൊസിഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. 2 ഏറ്റവും ചെറുത്. 6 കാർബൺ ആറ്റങ്ങളാണ് മെയിൻ ചെയിനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഹെക്സാൻ ആയിരിക്കും. ഹെക്സാൻ 2. രണ്ടാമത്തെ പൊസിഷനിൽ ആരുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2-മീഥൈൽ ഹെക്സെയിൻ എന്നായിരിക്കും ഈ സംയുക്തത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക്. എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് കുക്ക്വെയർ. റൈറ്റ് ദ കോമൺ നെയിം ആൻഡ് IUPAC നെയിം ഓഫ് ദ പോളിമർ എന്നാണ് 11A ക്വസ്റ്റ്യൻ. പാചകപാത്രങ്ങളുടെ ഉൾവശം പൂശാൻ ഒരു പോളിമർ ഉപയോഗിക്കുന്നു. ഈ പോളിമറിൻ്റെ സാധാരണ നാമവും IUPAC നാമവും എഴുതുക എന്നുള്ളതാണ്. സാധാരണയായി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളെയാണ് ചോദ്യകർത്താവ് ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് ടെഫ്ലോൺ. എന്താ പേര് പറഞ്ഞത്? ടെഫ്ലോൺ. ടെഫ്ലോൺ ആണ് ഈ വസ്തുവിൻ്റെ സാധാരണ നാമം അഥവാ കോമൺ നെയിം എന്ന് പറയുന്നത്. ഇനി IUPAC നാമം പരിശോധിക്കാം. നിങ്ങൾക്കറിയോ ടെഫ്ലോൺ എങ്ങനെ ഉണ്ടാകുന്നത് എന്ന്? അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ് ടെഫ്ലോൺ ഉണ്ടാകുന്നത്. ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. ടെട്രാഫ്ലൂറോ ഈഥീൻ പോളിമറൈസേഷൻ നടന്നാണ് നമുക്ക് ടെഫ്ലോൺ ലഭിക്കുന്നത്. ഈ ടെട്രാഫ്ലൂറോ ഈഥീൻ പോളിമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ എന്നാണ്. എന്താ പേര് പറഞ്ഞത്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. അപ്പോൾ IUPAC നാമം നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. എന്താ പേര്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. നിങ്ങളോട് ഒരാൾ പറയുകയാണ് ഒരു മോണോമറിൻ്റെ അഡീഷൻ പോളിമറൈസേഷൻ ആണ് നടക്കുന്നത് എങ്കിൽ ലഭിക്കുന്ന പോളിമർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോണോമറിൻ്റെ പേരിനോട് പോളി കൂട്ടിക്കൊടുത്താൽ പേര് ലഭിക്കും. ഇപ്പോൾ എൻ്റെ പേര് അമൽ എന്ന ഒരു പദാർത്ഥം പോളിമറൈസേഷന് വിധേയമാകുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സംയുക്തം പോളിമർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പോളി അമലായിരിക്കും. അതുപോലെ തന്നെയാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ്റെ കേസിലും. ഇതിൻ്റെ പോളിമറൈസേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന സംയുക്തത്തിൻ്റെ പേര് പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ എന്നായിരിക്കും എന്നറിയുന്നതോടുകൂടി ബി ക്വസ്റ്റ്യനിലേക്ക്. നൈലോൺ 66 ഈസ് വെരി യൂസ്ഫുൾ പോളിമർ. നൈലോൺ 66 എന്നേ അതിനെ വായിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് നൈലോൺ 66 എന്ന് ഒരിക്കലും വായിക്കാൻ പാടില്ല. നൈലോൺ 66 വളരെ ഉപയോഗപ്രദമായ ഒരു പോളിമറാണ്. എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് നൈലോൺ 66? നൈലോൺ 66ൻ്റെ മോണോമറുകൾ ഏതെല്ലാം? നിങ്ങൾക്കറിയോ അത് ഏതൊക്കെയാണെന്ന്? ഒന്ന് അഡിപ്പിക് ആസിഡും അതോടൊപ്പം തന്നെ ഹെക്സാമെത്തിലീൻ ഡൈ അമൈനുമാണ് ഈ പറയുന്ന നൈലോൺ 66ൻ്റെ മോണോമറുകൾ എന്ന് പറയുന്നത്. ഈ നൈലോൺ 66 ഉണ്ടാകുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് എന്നും നിങ്ങൾ അറിയുക. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി വൺ യൂസ് ഓഫ് നൈലോൺ 66. നൈലോൺ 66ൻ്റെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. സാധാരണയായി തുണികൾ നിർമ്മിക്കുന്നതിന്, ചീർപ്പുകളുടെ ബ്രഷ് നിർമ്മിക്കുന്നതിന്, ബ്രിസിൽസ് നിർമ്മിക്കുന്നതിന് എന്നിവയാണ് നമ്മൾ നൈലോൺ 66ന് ഉപയോഗിക്കാറ്. ഫൈബറുകൾ ഉണ്ടാക്കുന്നതിനും നൈലോൺ 66 ഉപയോഗിക്കാറുണ്ട്. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക്. 12ാമത്തെ ചോദ്യം. അനലൈസ് ദ ഗിവൺ സ്ട്രക്ചർ. തന്നിരിക്കുന്ന ഘടന വിശകലനം ചെയ്യുക. ഒരു കോമ്പൗണ്ടിൻ്റെ ഘടന സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലാർജസ്റ്റ് ചെയിൻ. ഏറ്റവും നീളമുള്ള ശൃംഖലയിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. ഏറ്റവും നീളമുള്ള ശൃംഖലയിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്പർ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഇടത്ത് നിന്ന് വലത്തേക്കാണ് നമ്പർ ചെയ്ത് തുടങ്ങുന്നത്. 1 2 3 4. ഇനി മുകളിൽ നിന്ന് താഴേക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4. ഇടത്ത് നിന്ന് താഴേക്ക് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5. 4 ആണോ 5 ആണോ വലുത്?
4നേക്കാൾ കൂടുതൽ എപ്പോഴും വലുത് 5 എന്നുള്ളതുകൊണ്ട് ലോങ്ങസ്റ്റ് ചെയിനായിട്ട് ഞാനിതാ ഈ ഒരു ചെയിനിനെ സെലക്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം ഞാൻ ഇവിടുന്ന് മായ്ച്ചു കളയാണ് ഇപ്പോൾ തൽക്കാലം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എത്ര കാർബൺ ആറ്റങ്ങളാണ് ലോങ്ങസ്റ്റ് ചെയിനിലുള്ളത് എന്നാണ്. നമ്മൾ എണ്ണിയ സമയത്ത് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 5 അതുകൊണ്ട് തന്നെ ആൻസർ എത്രയാണ് വരിക? 5 ആയിരിക്കും ആൻസർ വരിക. നീളം കൂടിയ ശൃംഖലയിലുള്ളത് 5 കാർബൺ ആറ്റങ്ങളാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു വിച്ച് മീഥൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ്? മീഥൈൽ ഗ്രൂപ്പുകൾ ബന്ധിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മളിവിടെ 5 വരെ എണ്ണിയിട്ടുണ്ട്. ഇനി അവിടുന്ന് നേരെ തിരിച്ചും നമ്മൾ 5 വരെ എഴുതാൻ പോവാണ്. 1 2 3 4 5. 2 സൈഡിൽ നിന്ന് വരുമ്പോഴും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് 2 മീഥൈൽ ഗ്രൂപ്പുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ നമ്മൾ അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നു തേർഡ് കാർബൺ ആറ്റം. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് മീഥൈൽ ഗ്രൂപ്പുകൾ ഉള്ളത്. അത് എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. മീഥൈൽ ഗ്രൂപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് എത്ര എണ്ണമാണ്? 2 എണ്ണം ഇവിടെ ഉണ്ട് എന്ന്. ഇനി അടുത്ത ചോദ്യം, സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ സംയുക്തത്തിന്റെ IUPAC നാമം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം മൂന്നാമത്തെ പൊസിഷനിലാണ് 2 മീഥൈൽ ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ 5 കാർബൺ ആറ്റങ്ങളാണുള്ളത്. 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ഹൈഡ്രോ കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേര് പെന്റ് എന്നാണ്. പെന്റ് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ പെന്റെയിൻ ആണ്. പിന്നെ നമുക്കിതിൽ ഏതെങ്കിലും ചെയിനായിട്ട് ഏതെങ്കിലും ഗ്രൂപ്പുകൾ വരുന്നുണ്ടോ? അതെ, മീഥൈൽ ഗ്രൂപ്പുകൾ 2 എണ്ണം വരുന്നുണ്ട്. അത് എവിടെയാണ് വരുന്നത്? മൂന്നാമത്തെ പൊസിഷനിൽ. അപ്പോൾ 3 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 എണ്ണം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ 3 ഡൈ ഏത് ഗ്രൂപ്പാണ് വരുന്നത്? മീഥൈൽ. ഡൈ മീഥൈൽ പിന്നെ പെന്റെയിൻ. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 3 ഡൈ മീഥൈൽ പെന്റെയിൻ എന്നായിരിക്കും ഈ ഗ്രൂപ്പിന്റെ പേര്. തൊട്ട അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ചോദ്യം. അതിൽ എ പാർട്ട് ഉണ്ട്, ബി പാർട്ട് ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 13ൽ എ ആദ്യം ചെക്ക് ചെയ്യാം. കോമ്പൗണ്ട് 1 CH3CHO ആൻഡ് കോമ്പൗണ്ട് 2 CH3CH2CHO ആർ മെമ്പേഴ്സ് ഓഫ് എ ഹോമലോഗസ് സീരീസ്. റൈറ്റ് ദ നെയിം ഓഫ് ഫാമിലി ടു വിച്ച് ദോസ് കോമ്പൗണ്ട്സ് ബിലോങ്സ്. സംയുക്തം 1 CH3CHOയും സംയുക്തം 2 CH3CH2CHOയും ഒരു ഹോമലോഗസ് സീരീസിലെ അംഗങ്ങളാണ്. ഈ സംയുക്തങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കാർബണയിൽ കാർബണിന് ചുറ്റും ഒരു ഹൈഡ്രജനും ഒരു കാർബണും ആണ് വരുന്നത് എങ്കിൽ അവയെ നമ്മൾ ആൽഡിഹൈഡ് എന്നാണ് വിളിക്കാറ്. എന്നാൽ ഒരു കാർബണയിൽ കാർബണിന് ചുറ്റും 2 കാർബൺ ആറ്റങ്ങളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അവയെ കീറ്റോണ് എന്നാണ് വിളിക്കാറ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു സൈഡിൽ കാർബൺ ആറ്റവും മറ്റൊരു സൈഡിൽ ഹൈഡ്രജനുമാണ് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിലുള്ള ഗ്രൂപ്പ് ഓഫ് നെയിം ഓഫ് ദ ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ സംയുക്തത്തിൽ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പേരെന്താണ്? ആൽഡിഹൈഡ് കുടുംബമാണ് അത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദോസ് കോമ്പൗണ്ട്സ്. ഈ സംയുക്തങ്ങളുടെ IUPAC നാമം എഴുതുക. ഒരു ആൽഡിഹൈഡിന് പേരിടുന്ന സമയത്ത് ഏറ്റവും അവസാനത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആൾ എന്നാണ്. എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കുക, അതിലേക്ക് ആൾ ആണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ട് എണ്ണാം. ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്? 1 2 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അത് ഈത് എന്നായിരിക്കും അവരുടെ പേര്. ഈത്, എത്താൻ എന്ന് നമ്മൾ വിളിക്കും. അതിലേക്ക് എന്താ ചേർക്കേണ്ടത്? ആൾ, എത്തനാൾ. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ പേര് എത്തനാൾ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പനാൾ. എന്തായിരിക്കും പേര് വരിക? പ്രൊപ്പനാൾ എന്നായിരിക്കും ഈ ഗ്രൂപ്പിന്റെ പേര് വരിക എന്നറിയുന്നതോടുകൂടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇനി സി ക്വസ്റ്റ്യനിലേക്ക്. സംയുക്തം 2ന്റെ അതേ തന്മാത്രാവാക്യമുള്ളതും എന്നാൽ മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതുമായ സംയുക്തത്തിന്റെ ഘടന വരയ്ക്കുക.
Draw the structure of compounds having same molecular formula of 2 but having another functional group. നിങ്ങൾ അറിയുക, ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കുന്ന ഗ്രൂപ്പുകളെ ഞാൻ പറഞ്ഞുതരാം. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പുകളും കീറ്റോ ഗ്രൂപ്പുകളും ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കുന്നവരാണ്. ഇനി ആൽക്കഹോൾ ഫാമിലി ആണെങ്കിൽ ആൽക്കഹോളും അതുപോലെ തന്നെ ഈതറുകളും തമ്മിൽ ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് മൈൻഡിൽ ഓർത്ത് വെക്കുക. നിങ്ങളോടൊരു കോമ്പൗണ്ട് തന്നിട്ട് അവർ പറയുകയാണ് ഈ ഒരു ഫാമിലി, അതായത് ഇതേ മോളിക്കുലാർ ഫോർമുലുള്ള തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവരെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് തന്നാൽ നിങ്ങൾക്ക് കീറ്റോണിനെ വരയ്ക്കാം, കീറ്റോൺ തന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡിനെ വരയ്ക്കാം. ഇനി ആൽക്കഹോൾ ആണ് തരുന്നത് എങ്കിൽ ഈഥറുകളെ വരയ്ക്കാം, ഈഥറുകളാണ് തരുന്നത് എങ്കിൽ ആൽക്കഹോളുകളെയും വരയ്ക്കാൻ കഴിയുന്നതാണ്. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെയാണ്. രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. C3H3 + 2 5 5 6 C3H6O എന്നുള്ളതാണ് ഇതിൻ്റെ തന്മാത്രാ സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നേരത്തെ എന്താ നിങ്ങളോട് പറഞ്ഞത്, ആൽഡിഹൈഡ് തന്നാൽ കീറ്റോൺ വരയ്ക്കാം, കീറ്റോൺ തന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് വരയ്ക്കാം. ഇവിടെ നമുക്ക് തന്നത് ആരെയാ? ആൽഡിഹൈഡിനെയാണ്. അപ്പോൾ നമുക്ക് ആരെ വരച്ചു കൊടുക്കാം? കീറ്റോണിനെ വരച്ചു കൊടുക്കാം. 3 കാർബൺ ആറ്റങ്ങളുള്ള കീറ്റോണിനെ ഞാൻ വരച്ചു കൊടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഓക്സിജൻ CH3 കൂടാതെ ഇപ്പുറത്തേതിനും CH3. ഇപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എണ്ണി നോക്കാം. C 1 2 3 C3H 3 6 ഓക്സിജൻ 1 സെയിം. ഇതോടുകൂടി ആ ക്വസ്റ്റ്യനും നമ്മൾ തീർത്തിരിക്കുന്നു. തൊട്ടടുത്ത ചോദ്യത്തിലേക്ക്. ബി ക്വസ്റ്റ്യൻ, പെൻറ്റാൻ 2 on and pentan 3 on are a pair of isomers. A question, write the structural formula of those compounds. pentan 2 on, pentan 3 on എന്നിവ ഐസോമർ ജോഡികളാണ്. A question, ഈ സംയുക്തങ്ങളുടെ ഘടനാവാക്യം എഴുതുക എന്നാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് പെൻറ്റാൻ 2 on, ഓൺ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. കാർബണയിൽ കാർബണാണ് വരേണ്ടത്. ഓൺ വരുന്നത് എപ്പോഴും ആർക്കായിരിക്കും? കീറ്റോ ഗ്രൂപ്പിനായിരിക്കും ഓൺ വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പെൻറ്റാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പെൻറ്റാനിൽ എത്ര കാർബണുകൾ ഉണ്ടാവും? 1 ആണെങ്കിൽ മീത്ത്, 2 ഈത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്. അപ്പോൾ 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഇത്. ഞാൻ 5 കാർബൺ ആറ്റങ്ങളെ വരയ്ക്കുന്നു. ആദ്യത്തേതിൽ പറഞ്ഞത് എന്താണ്? 2 on, രണ്ടാമത്തെ പൊസിഷനിലാണ് കാർബണയിൽ കാർബൺ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് മുകളിൽ ഞാൻ ഒരു ഓക്സിജനെ ഡബിൾ ബോണ്ട് വെച്ച് വരച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ളവയെ ഞാൻ വാലൻസി റെഡിയാക്കാൻ ഹൈഡ്രജൻ കൊടുത്തു ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. CH2 ആണ് കേട്ടോ ഇത്. CH2 CH3. ഇനി അടുത്തത് പെൻറ്റാൻ 3 on, അതായത് പെൻറ്റ് തന്നെയാണ്, പൊസിഷനിൽ മാത്രമേ മാറ്റമുള്ളൂ. 3ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ കാർബണയിൽ കാർബൺ വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? ഹൈഡ്രജൻ ഇട്ട് അവരുടെ വാലൻസി റെഡിയാക്കി കൊടുക്കണം. ഇതോടുകൂടി ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ നമ്മൾ അവസാനിപ്പിച്ചു. ബി ക്വസ്റ്റ്യനിലേക്ക്. ടു വിച്ച് ഫാമിലി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു ദേ ബിലോങ്സ് ടു? ഓൺ കണ്ടാൽ നമുക്കറിയാം അത് കീറ്റോ ഗ്രൂപ്പാ. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? കീറ്റോ ഫാമിലി ആയിരിക്കും അതിലുണ്ടായിരിക്കുക, കീറ്റോൺ കുടുംബം. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് the structural formula of a compound which has the same molecular formula of those compounds belongs to another family. ഈ സംയുക്തങ്ങളുടെ അതേ തന്മാത്രാവാക്യമുള്ളതും എന്നാൽ മറ്റൊരു കുടുംബത്തിൽ ഉൾപ്പെട്ടതുമായ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ നിങ്ങളോട് എന്തേലും പറഞ്ഞു? ആൽഡിഹൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കീറ്റോൺ വരയ്ക്കാം. പക്ഷെ കീറ്റോൺ തന്നു കഴിഞ്ഞാൽ എന്ത് വരയ്ക്കാം?
ആൽഡിഹൈഡ് വരയ്ക്കാം. നല്ലൊരു ഐഡിയ അല്ലേ ഞാൻ തന്നത്? ഇതിൻ്റെ മോളിക്യുലാർ ഫോർമുല തന്മാത്രാ സൂത്രം നമുക്ക് ആദ്യം എഴുതി വെക്കാം. സി, കാർബൺ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 5 കാർബൺ ആണുള്ളത്. ഹൈഡ്രജൻ എത്ര എണ്ണാണുള്ളത്? 3 5 7 7 3 10, കൂടാതെ ഒരു ഓക്സിജനുമാണ് ഉള്ളത്. ഇവിടെ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോളിക്യുലാർ ഫോർമുല സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിനെ വച്ചിട്ട് നമുക്കൊരു ആൽഡിഹൈഡ് ഉണ്ടാക്കണ്ടേ? ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിന് ചുറ്റും ഒരു ഭാഗത്ത് ഹൈഡ്രജനും മറ്റൊരു ഭാഗത്ത് കാർബൺ ആറ്റവും വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അവരെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ പൊസിഷനിൽ ഒരു സൈഡിൽ CH3 വന്നത്. അവിടെ പകരം എന്ത് വന്നാൽ മതി? ഹൈഡ്രജൻ വന്നാൽ മതി നമുക്ക് ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ. മറ്റൊരു സൈഡിൽ നമ്മളോട് മൊത്തമായിട്ട് എത്ര കാർബണേ ഉണ്ടാവാൻ പാടുള്ളൂ? 5 എണ്ണം. 5 കാർബൺ ആറ്റങ്ങളെ വരച്ചു കൊടുക്കുക. അവസാനത്തിൽ ഓക്സിജൻ, ഇവിടെ കാർബണിന് പകരം ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളവരുടെ വാലൻസി ഹൈഡ്രജൻ വച്ച് ഫിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പെന്റനാൾ ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അതായിരിക്കും ആൻസർ. സിമ്പിൾ ആണ് എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 14. സ്റ്റാർട്ടിംഗ് ഫ്രം കാർബൺ മോണോക്സൈഡ്, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? കാർബൺ മോണോക്സൈഡിൽ നിന്ന് ആരംഭിച്ച് താഴെ പറയുന്ന സംയുക്തങ്ങൾ എങ്ങനെ തയ്യാറാക്കാം? ഒന്നാമത് തന്നിരിക്കുന്നത് മെത്തനോൾ, രണ്ടാമത് തന്നിരിക്കുന്നത് എത്തനോയിക് ആസിഡ്. മെത്തനോളിന്റെ നിർമ്മാണം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. മെത്തനോൾ നല്ല ഒരു വിഷപദാർത്ഥമാണെന്ന് നമുക്കറിയാം. മെത്തനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്നും വിളിക്കാറുണ്ട്. വേണമെങ്കിൽ മെത്തനോളിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മെത്തനോൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ഒരു കാറ്റലിസ്റ്റിൻ്റെ സഹായത്താൽ കാർബൺ മോണോക്സൈഡിലേക്ക് ഹൈഡ്രജൻ ചേർക്കുമ്പോൾ, ഒരു ഉൽപ്രേരകത്തിൻ്റെ സഹായത്തോടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത്. മെത്തനോളിനെ നമ്മൾ CH3OH എന്നെഴുതും. ഇനി എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? കാർബൺ മോണോക്സൈഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത മെത്തനോളിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത് CH3COOH ആണ് എന്നും അറിയുക. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് 2. സംയുക്തം 2 രൂപപ്പെടുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? എത്തനോയിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാ? കാർബൺ മോണോക്സൈഡ് മെത്തനോളുമായി പ്രവർത്തിച്ചാണ് നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാർബൺ മോണോക്സൈഡ് മെത്തനോളുമായിട്ടും ഒരു ഉൽപ്രേരകത്തിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് എത്തനോയിക് ആസിഡ് ലഭിക്കുക എന്നറിയുക. ഇതോടുകൂടി അതും നമ്മൾ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഈഥൈൽ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബോക്സിലിക് ആസിഡ് in presence of a concentrated H2SO4, a compound having the smell of pineapple is obtained. ഈഥൈൽ ആൽക്കഹോളിനെ ഒരു കാർബോക്സിലിക് ആസിഡുമായി ഗാഢ H2SO4ന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ കൈതച്ചക്കയുടെ മണമുള്ള ഒരു സംയുക്തം ലഭിച്ചു. എ ക്വസ്റ്റ്യൻ, what is the general name of the product obtained? ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ പൊതുവായ പേരെന്ത് എന്നാണ് ചോദ്യം. സാധാരണ മണമുണ്ടാക്കുന്നവരെ നമ്മൾ എസ്റ്ററുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? എസ്റ്ററുകളായിരിക്കും. ഈ എസ്റ്ററുകൾ ഉണ്ടാകുന്ന പ്രക്രിയയെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്നും വിളിക്കും.
ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഈ ഉൽപ്പന്നം രൂപപ്പെടുന്ന രാസസമവാക്യം എഴുതുക. അതിനായിട്ട് പൈനാപ്പിളിൻ്റെ സ്മെല്ലുണ്ടാക്കുന്ന എസ്റ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈഥൈൽ ആൽക്കഹോൾ വിത്ത് കാർബോക്സിലിക് ആസിഡ്. ഏത് കാർബോക്സിലിക് ആസിഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതിനെ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഐസോ അമൈൽ ആൽക്കഹോളും എത്തനോളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐസോ അമൈൽ അസറ്റേറ്റ് ലഭിക്കും. അതിന് നേന്ത്രപ്പഴത്തിൻ്റെ ബനാനയുടെ സ്മെല്ല് ആണ്. എന്നാൽ എത്തനോയിക് ആസിഡിലേക്ക് ബെൻസൈൽ ആൽക്കഹോളാണ് ചേരുന്നത് എങ്കിൽ നമുക്ക് ലഭിക്കുക ബെൻസൈൽ എത്തനോയേറ്റ് ആണ്. അതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല ജാസ്മിൻ സ്മെല്ലായിരിക്കും. ഇനി എത്തനോയിക് ആസിഡിലേക്ക് ഒക്ടൈൽ ആൽക്കഹോളാണ് ചേരുന്നത് എങ്കിൽ ഒക്ടൈൽ എത്തനോയേറ്റ് ലഭിക്കും. അതിന് നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലായിരിക്കും. ഇനി അതല്ല, ഈഥൈൽ ആൽക്കഹോളിലേക്ക് ശ്രദ്ധിക്കണേ, ഈഥൈൽ ആൽക്കഹോളിലേക്ക് ബ്യൂട്ടനോയിക് ആസിഡാണ് ചേരുന്നത് എങ്കിൽ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ലഭിക്കും. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ലഭിക്കും. അതിന് നല്ല പൈനാപ്പിളിൻ്റെ സ്മെല്ലായിരിക്കും. നമ്മളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് സ്മെൽ ഓഫ് പൈനാപ്പിൾ ലഭിച്ചതാണ്. അപ്പോൾ ഈഥൈൽ ആൽക്കഹോളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡ് ഏതാ? ബ്യൂട്ടനോയിക് ആസിഡ്. ഈഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH3CH2OH ആണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ബ്യൂട്ടനോയിക് ആസിഡിനെ നമുക്ക്, ഞാനിതാ സിയെ തിരിച്ചാണ് തൽക്കാലം എഴുതുന്നത്. അതിനൊരു കാരണമുണ്ട്, നിങ്ങൾ നേരെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ. CH2CH3 എന്ന് പറയുന്നതാണ് ബ്യൂട്ടനോയിക് ആസിഡ്. ഇവിടെ എന്ത് സംഭവിക്കും എന്നറിയുമോ? ആൽക്കഹോളിലെ എച്ചും കാർബോക്സിലിക് ആസിഡിലെ OHും തമ്മിൽ ചേർന്ന് വാട്ടർ ആയി മാറും. എന്ത് സംഭവിക്കും? ആൽക്കഹോളിലെ ഹൈഡ്രജൻ ആറ്റവും കാർബോക്സിലിക് ആസിഡിലെ OHും കൂടി വാട്ടർ മോളിക്യൂളായി മാറും. അതോടുകൂടി ബാക്കിയുള്ളവർ തമ്മിൽ ചേരും. CH3CH2 COO CH2 CH2 CH3 ആയി മാറും. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. ഇതിൻ്റെ സ്മെല്ലായിരിക്കും പൈനാപ്പിളിനുണ്ടായിരിക്കുക. അതോടുകൂടി ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഇത് എഴുതി വെക്കും. പേര് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണമായിരുന്നു? ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട്. 2 സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ ഷെൽ ആർ ഗിവൺ ബിലോ. ഒരു ഷെല്ലുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, the last electron of an atom fills into the shell with the principal quantum number n is equal to 3. ഒരു ആറ്റത്തിലെ അവസാന ഇലക്ട്രോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ഉള്ള ഷെല്ലിൽ നിറയുന്നു എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, the shell contains total of 7 electrons. ഈ ഷെല്ലിൽ ആകെ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. അതായത് പ്രിൻസിപ്പൽ നമ്പർ n is equal to 3, ഇലക്ട്രോണുകളുടെ എണ്ണം is equal to 7 എന്ന് പറഞ്ഞിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. n is equal to 3. നമുക്ക് ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് അറിയാം. അതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 എന്ന് പറയുന്നത് K ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് L ഷെല്ലാണ്,
3 എന്ന് പറയുന്നത് എം ഷെല്ലാണ്, 4 എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അവർ ഉദ്ദേശിച്ചത് എം ഷെല്ലിനെ കുറിച്ചാണ്. എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്? 7 ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് കൊള്ളുക, എമ്മിൽ 18, എന്നിൽ 32 ഇലക്ട്രോണുകളുമായിരിക്കും കൊള്ളുക. എപ്പോഴും ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും. കുറഞ്ഞ ഊർജത്തിൽ നിന്നും കൂടിയ ഊർജമുള്ളതിലേക്കായിരിക്കും നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതായത് കെ ഷെല്ലും എൽ ഷെല്ലും നിറഞ്ഞതിന് ശേഷം മാത്രമേ എം ഷെല്ലിൽ ഇലക്ട്രോണുകൾ പ്രവേശിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്ന ഒരു ആറ്റത്തിന് ഞാൻ ഉദാഹരണത്തിന് എക്സ് എന്ന് വിളിക്കുന്നു. അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കെ ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോൺ എപ്പോഴും ഓരോ ഷെല്ലുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ തൊട്ടടുത്ത ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണുകൾ നിറയാറുള്ളൂ. ആദ്യത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം പരമാവധി എത്ര? 2. പിന്നെ തൊട്ടടുത്ത ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 8. പിന്നീട് നമ്മളോട് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എം ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ എന്ന്. അപ്പോൾ 2, 8, 7 എന്നായിരിക്കും നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ലഭിക്കുക. ഒരു 10ാം ക്ലാസ് കുട്ടി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ പോരാ. നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ എത്ര ഇലക്ട്രോണുകളാണ് മൊത്തമായി ഈ ആറ്റത്തിലുള്ളത് എന്ന് പറയാൻ കഴിയുമോ? ഈ മൊത്തമായുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 2, 8, 10, 17 ഇലക്ട്രോണുകളാണ് ഈ ആറ്റത്തിനകത്ത് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ തൊട്ടടുത്തൊരു പേജിലേക്ക് മൂവ് ചെയ്യുകയാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഏതെല്ലാം സബ്ഷെല്ലുകളാണുള്ളത്? എസ് സബ്ഷെല്ലുണ്ട്, പി സബ്ഷെല്ലുണ്ട്, ഡി സബ്ഷെല്ലുണ്ട്, എഫ് സബ്ഷെല്ലുണ്ട്. എസിൽ പരമാവധി കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, പിയിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6, ഡിയിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10, എഫിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ് എന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയാവുന്ന ഷെല്ലുകളെ എടുക്കാം. കെ, എൽ, എം, എൻ. കെ ഷെല്ലിൽ ആകെ ഒരൊറ്റ സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അത് എസ് ആണ്. 1s എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഇനി എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളുണ്ട്, അതിൻ്റെ പേര് 2s അതേപോലെ തന്നെ 2p ആണ് എന്ന് നിങ്ങൾ അറിയാം. എം ഷെല്ലിലാണെങ്കിൽ എസ്, പി, ഡി എന്ന 3 സബ്ഷെല്ലുകളുണ്ട്. അതിനെ നമ്മൾ 3s, 3p, 3d എന്ന് വിളിക്കും. ഇനി എൻ ഷെല്ലിലാണെങ്കിൽ 4 സബ്ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി, എഫ്. അതിന് നമ്മൾ 4s, 4p, 4d, 4f എന്നും വിളിക്കും എന്ന് നിങ്ങൾ അറിയുക. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം 9ാം ക്ലാസ്സിൽ എഴുതാൻ പഠിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണുകൾ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എപ്പോഴും ഓർബിറ്റുകളിൽ ഫിൽ ചെയ്തു പോവുക. അതുപോലെ തന്നെ സബ്ഷെല്ലുകളിലും ഇലക്ട്രോൺ വിന്യസിക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. ആ ക്രമം പലർക്കും അറിയാത്തതുണ്ട്. ഞാനത് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ആദ്യം 1s, പിന്നെ 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. പക്ഷേ അതിൽ ചെറിയ വിരോധാഭാസങ്ങളുണ്ട്. നമ്മൾ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ 19 ഉള്ളതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പഠിച്ചിരുന്നു. 2, 8, 8, 1. എന്തുകൊണ്ടാണ് എൻ ഷെല്ലിൽ ഇലക്ട്രോൺ 1 നിറഞ്ഞത്, എമ്മിൽ 18 കൊള്ളുമായിരുന്നല്ലോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ വന്നു കാണും. അന്ന് 9ാം ക്ലാസ്സിൽ അത് പഠിച്ചപ്പോൾ അത് നമ്മളിവിടെ ക്ലാരിഫൈ ചെയ്യും. ഷെല്ലുകൾക്കകത്ത് ഇലക്ട്രോണുകൾ നിലകൊള്ളുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. അവയെയാണ് നമ്മൾ ഓർബിറ്റലുകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അവിടെ ആയിരിക്കും ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന സബ്ഷെല്ലുകളാണ് എസ്, പി, ഡി, എഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ എസ്, പി, ഡി, എഫ് ഈ ഓരോ സബ്ഷെല്ലിൻ്റെയും ഊർജം കൂടി വരുന്ന ക്രമം ഞാൻ പഠിപ്പിച്ച് തരാം എന്നല്ലേ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പൈറൽ ഉണ്ട്, അത് നിങ്ങൾ വളരെ സിമ്പിളായി പഠിക്കാം. നേരെ എഴുതിയാൽ മതി 1s. ഇനി 2ലാണെങ്കിൽ 2s, പിന്നെ 2ൽ വേറെ ഏതാ ഉള്ളത്, 2p ഉണ്ട്. 3 തേർഡ് ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ 3s ഉണ്ടായിരിക്കും, 3p ഉണ്ടായിരിക്കും, 3d ഉണ്ടായിരിക്കും.
ഇനി ഫോർത്ത് ഷെല്ലിലാണെങ്കിൽ 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഇനി 5ലാണെങ്കിലോ 5s, 5p, 5d, 5f എന്നീ സബ്ഷെല്ലുകളും ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതിയതിന് ശേഷം ചരിച്ച് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വര വരയ്ക്കുക. ഈ വരകൾ ഏതാണ്ട് ഇങ്ങനെയാണ് പോവേണ്ടത്. എൻ്റെ കയ്യിൽ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. വളരെ ഒരു ചെറിയ വളവുണ്ട് എന്ന് എനിക്കറിയാം, നിങ്ങളത് പൊറുക്കണം. ഇങ്ങനെ വര വരച്ച് വെക്കുക, ഡയഗണലായിട്ടുള്ള വര. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഏരോ വരച്ച് വെക്കുക. ഓക്കെ ആണോ? എന്തിനാ ഇത് വരയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനിയാണ് സബ്ഷെല്ലിൻ്റെ ഊർജം കൂടി വരുന്ന ക്രമം നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചാൽ മതി. ഇവിടെ നിന്ന്, അതായത് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക, ഇവിടെയാണ് എൻഡിങ് പോയിന്റ്. ഈ റോഡ്, ഇതൊരു റോഡാണെന്ന് കരുതിയാൽ ഈ റോഡ് വന്ന് മുട്ടുന്നത് ഇവിടെയാണെന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. അതായത് മുകളിൽ നിന്ന് തുടങ്ങിയാൽ പിന്നീട് താഴേക്ക് വന്ന് തൊട്ടടുത്തതിലൂടെ വന്ന് വേണം പോരാൻ. അപ്പോൾ ആദ്യം നമ്മുടെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം നിറയുന്നത്, ഇലക്ട്രോണുകൾ നിറയുന്നത് 1sലായിരിക്കും. അതിനുശേഷം 2sലായിരിക്കും. പിന്നെ ഏതാ ഉള്ളത്? 2s കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? 2p ആണ് വരുന്നത്. 2p ആണ് വരുന്നത്. പിന്നെയോ 3s ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? 3p കഴിഞ്ഞു. പിന്നെ ആരാ? 3s കഴിഞ്ഞു. പിന്നെ ആരാ വരുന്നത്? 3p ആണ് വരുന്നത്. തൊട്ടടുത്തത് ആരാ വരുന്നത് എന്ന് നോക്കണം. ഏത് സബ്ഷെല്ല? 4s സബ്ഷെല്ലായിരിക്കും പിന്നീട് നിറയുന്നത്. അതിനുശേഷം മാത്രമേ 3d സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ. ഈ 3d നിറഞ്ഞതിന് ശേഷം 4pയിൽ നിറയും. ഈ ചെറിയ ഒരു മാറ്റം കണ്ടില്ലേ? നമ്മൾ നേരെ കാണുന്ന, അപ്പം KLMNലുള്ള സബ്ഷെല്ലുകളെ നേരെ എഴുതുകയാണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d എന്നിങ്ങനെയാണ് നിറഞ്ഞു പോവേണ്ടത്. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം കാണാം. തേർഡ് ഷെല്ലിലെ ഒരു സബ്ഷെല്ലിൽ, അവസാനത്തെ സബ്ഷെല്ലായിട്ടുള്ള ഡിയിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് നാലാമത്തെ ഷെല്ലായിട്ടുള്ള എന്നിലെ എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ മൂന്നാമത്തെ എം ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ. അതിന് കാരണം അവ തമ്മിലുള്ള ചെറിയ ഊർജ വ്യത്യാസമാണ്. ഊർജം 4sന് 3dയേക്കാൾ കുറവാണ് എന്നുള്ളതാണ് അതിനുള്ള കാരണം. ഇനി നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവുകയാണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 17 നമ്മൾ നേരത്തെ പറഞ്ഞു എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും, പിയിലാണെങ്കിൽ 6 ഇലക്ട്രോൺ കൊള്ളും, ഡിയിലാണെങ്കിൽ 10 ഇലക്ട്രോൺ കൊള്ളും, എഫിലാണെങ്കിൽ 14 ഇലക്ട്രോണുകൾ കൊള്ളും. ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ പൂർണ്ണമായി നിറഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സബ്ഷെല്ലുകളിൽ നിറയുകയുള്ളൂ എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം നിറയുന്ന സബ്ഷെൽ ഏതായിരിക്കും? 1s ആയിരിക്കും. 1sൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? s ആയതുകൊണ്ട് അതിൽ 2 ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോണുകൾ ബാക്കിയുണ്ട്? 15 ഇലക്ട്രോണുകൾ ബാക്കിയുണ്ട്. തൊട്ടടുത്ത സബ്ഷെൽ ഏതാണ്? 2s ആണത്. 2sൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 ഇലക്ട്രോണുകൾ കൊള്ളും. അതിനുശേഷം 2pയിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 7 ഇലക്ട്രോണുകൾ കൂടെയാണ്. തൊട്ടടുത്ത ഷെൽ ഏതാണെന്ന് നോക്കുമ്പോൾ 3s ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. 3sൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും. 3sന് ശേഷം വരുന്നത് 3p ആണ്. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോണുകൾ ബാക്കിയുണ്ട്? 5 ഇലക്ട്രോണുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പിയിൽ 6 എണ്ണം കൊള്ളും. 5 ആയാലും ഓക്കെയാണ്. അപ്പോൾ 3pയിൽ എത്ര എണ്ണം കൊള്ളിച്ചു കൊടുക്കും? 5 എണ്ണം കൊള്ളിച്ചു കൊടുക്കും. ഇനി മുതൽ നിങ്ങളോട് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടാൽ 9ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യാസമായി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഇനി മുതൽ നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് സമയമെടുത്തു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നറിയാം.
ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് ദ നെയിം ഓഫ് സബ് ഷെൽസ് പ്രസന്റ് ഇൻ ദ ഷെൽ വിത്ത് n ഇസ് ഈക്വൽ ടു 2. n രണ്ടായിട്ടുള്ള ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നു. കെയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, എല്ലിൻ്റേത് 2, എമ്മിൻ്റേത് 3, എന്നിൻ്റേത് 4. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് n ഇസ് ഈക്വൽ ടു 2ൽ നിന്നുള്ളതാണ്. 2ൽ ഏതെല്ലാം സബ് ഷെല്ലുകളാണ് ഉള്ളത്? 2s അതുപോലെ തന്നെ 2pയും ആയിരിക്കും അവ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സി ക്വസ്റ്റ്യനിലേക്ക്, സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓറിയന്റേഷൻസ് വിൽ ബി ദർ ഫോർ സബ് ഷെൽ വിത്ത് l ഇസ് ഈക്വൽ ടു 1. l ഇസ് ഈക്വൽ ടു 1 ഉള്ള സബ് ഷെല്ലിന് എത്ര ഓറിയന്റേഷനുകൾ ഉണ്ട്? ഓറിയന്റേഷനുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനായി നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് 2l പ്ലസ് 1. l എന്ന് പറയുന്നത് അസിമത്തൽ ക്വാണ്ടം നമ്പർ ആണ്. നമുക്കിവിടെ l എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്, 1 ആണ് l. ഈ ഇക്വേഷനിൽ എല്ലിന് പകരം ഞാൻ 1 എടുക്കുന്നു. 2 ഇൻറ്റു 1 പ്ലസ് 1, 2 ഇൻറ്റു 1 2, അതിലേക്ക് 1 കൂടിയാൽ 3. അപ്പോൾ ഓറിയന്റേഷനുകളുടെ എണ്ണം 3 നമ്മൾ സി ക്വസ്റ്റ്യനും അങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, 17ന് മുമ്പ് 16ന്റെ ബി ക്വസ്റ്റ്യനിലേക്ക്, ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാസ് ദ ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. n ഇസ് ഈക്വൽ ടു 2, l ഇസ് ഈക്വൽ ടു 1. ഒരു ആറ്റത്തിലെ അവസാനത്തെ ഇലക്ട്രോണിന് ചുവടെ നൽകിയിരിക്കുന്ന ക്വാണ്ടം നമ്പറുകൾ ഉണ്ട്. n ഇസ് ഈക്വൽ ടു 2, l ഇസ് ഈക്വൽ ടു 1. എ ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽസ്. നൽകിയിട്ടുള്ള സബ്ഷെല്ലിനെ പ്രതിനിധീകരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, l എന്ന് പറയുന്നത് അസിമത്തൽ ക്വാണ്ടം നമ്പറാണ്. n 1, 2, 3, 4 എന്നിങ്ങനെയാണ് നമ്മൾ എഴുതാറ്. n 1 എന്ന് വെച്ചാൽ k ഷെല്ലാണ്, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ l ആണ്, 3 m ആണ്, 4 n ഷെല്ലുമാണ് എന്ന് നിങ്ങൾ അറിയുക. നമുക്കറിയാവുന്ന സബ് ഷെല്ലുകൾ ഏതെല്ലാമാണ്? s, p, d, f. അസിമത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സബ് ഷെല്ലുകളെ ഷേപ്പിനെ കുറിച്ചിട്ടാണ്. എസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ഫെറിക്കൽ ഷേപ്പാണ്, ഫുട്ബോൾ പോലെ ഉരുണ്ടിട്ടാണ്. ഇനി പി ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എസ് ആണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ്, പി ആണെങ്കിൽ ഡംബൽ ഷേപ്പ്, ഡി ആണെങ്കിൽ ഡബിൾ ഡംബൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി എഫ് ആണെങ്കിൽ ഒരു ഡിഫ്യൂസൽ ഷേപ്പാണുള്ളത്. അത് നമുക്ക് ഏതാണ് ഷേപ്പ് എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഈ എസിനെ നമ്മൾ ഈ സബ്ഷെല്ലുകളെ നമ്മൾ അസിമത്തൽ ക്വാണ്ടം നമ്പർ വെച്ചാണ് പ്രതിനിധീകരിക്കാറ്. അതിൽ എസിനെ നമ്മൾ 0 എന്ന് വിളിക്കും, പി എ 1 എന്ന് വിളിക്കും, ഡി എ 2 എന്ന് വിളിക്കും, എഫിനെ 3 എന്ന് വിളിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു n ഇസ് ഈക്വൽ ടു 2. n 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഷെൽ ഏതാണ്? എൽ ഷെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ഷെൽ ഏതാണെന്ന് ഞാൻ ഇവിടെ എഴുതാണ്. എൽ ഷെല്ലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ എൽ ഇസ് ഈക്വൽ ടു 1. എൽ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഏതാണ് 1? എൽ 1 ഉള്ളത് പിക്കാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള സബ് ഷെൽ ഏതാണ്? പി ആണ്. നമ്മൾ എല്ലിലെ പി സബ് ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് 2p. എന്താ വിളിക്കുക? 2p. 1 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ഉള്ള കെയിലെ സബ് ഷെൽ ആയിട്ടുള്ള എസിനെ നമ്മൾ വിളിക്കും 1s. എന്നാൽ എല്ലിലാണെങ്കിൽ അതിനെ 2s 2p. അതുപോലെ നമ്മൾ വിളിച്ചതാണ് 2p എന്ന് വിളിച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സബ് ഷെൽ ഏതാണ് എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം 2p എന്നായിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ബി ക്വസ്റ്റ്യനിലേക്ക്, find the number of orientations possible for the given subshell. ഈ സബ്ഷെല്ലിന് സാധ്യമായ ഓറിയന്റേഷനുകളുടെ എണ്ണം കണ്ടെത്തുക. ഓറിയന്റേഷൻ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു, 2l + 1. ഇവിടെ l ഇസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഈ ഇക്വേഷനിൽ എല്ലിന് പകരം ഞാൻ 1 എടുക്കുന്നു. 2 × 1 + 1 = 3. സെയിം ആൻസർ. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടിയിരിക്കുന്നു. ഇനി സി ക്വസ്റ്റ്യനിലേക്ക്. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ ഷെൽ വിത്ത് n = 2? n = 2 ആയിട്ടുള്ളതിൽ ആയ ഷെല്ലിലെ ആകെ എത്ര ഓർബിറ്റലുകൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. നേരത്തെ എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ n² ആണ് എന്ന്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നു n = 2. അപ്പോൾ n-ന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. 2² എന്ന് വെച്ചാൽ എത്രയാ? 4 ആണ്. ഓറിയന്റേഷനുകളുടെ എണ്ണം എത്രയാണ്? ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ് ഇവിടെ? 4 ആയിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 17ാമത്തെ ചോദ്യത്തിലേക്ക്. PVC is a widely used polymer. PVC വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ്. A. Starting from ethine, how will you prepare PVC? ഈഥൈനിൽ നിന്ന് PVC എങ്ങനെ നിർമ്മിക്കാം? നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. PVC എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH2CHCl n ടൈംസ് എന്നുള്ളതാണ് PVCയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. PVCയുടെ മോണോമർ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CHCl. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് ആണ് PVCയുടെ മോണോമർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോളിമറൈസേഷൻ വഴിയാണ് നമുക്ക് പോളിവിനൈൽ ക്ലോറൈഡ് ലഭിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈഥൈനിൽ നിന്ന്, ഈത്ത് എന്നാണ് പറഞ്ഞത്, അതായത് 2 കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ട് YNE ആണ്, ഈ തൈനാണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമായിരിക്കും. വാലൻസി റെഡിയാക്കാൻ ഓരോ ഹൈഡ്രജനെയും ഇട്ടുകൊടുക്കുന്നു. ഈഥൈനിൽ നിന്ന് PVC നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ടെക്സ്റ്റ് പുസ്തകം വായിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളോട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈഥൈനിൽ നിന്ന് പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈഥൈനിൽ നിന്ന് നേരിട്ട് പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അതിനാൽ നമുക്ക് 2 സ്റ്റെപ്പിലായിട്ട് പോളിവിനൈൽ ക്ലോറൈഡിനെ ഉണ്ടാക്കാം. ഈഥൈനിൽ നിന്ന് ആദ്യം നമ്മൾ വിനൈൽ ക്ലോറൈഡിനെ നിർമ്മിക്കും. ഈ വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ നടത്തി നമ്മൾ പോളിവിനൈൽ ക്ലോറൈഡും നിർമ്മിക്കും. ഈഥൈനെ എങ്ങനെ വിനൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാം? വിനൈൽ ക്ലോറൈഡിൻ്റെ രൂപവും ഈഥൈനിൻ്റെ രൂപവും താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈഥൈനിൽ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്, എന്നാൽ വിനൈൽ ക്ലോറൈഡിൽ ഡബിൾ ബോണ്ട് ആണുള്ളത്. ഒരു ഹൈഡ്രജൻ്റെയും ഒരു ക്ലോറിൻ്റെയും കൂടുതൽ വിനൈൽ ക്ലോറൈഡിനുണ്ട്. അതായത് നമ്മുടെ ഈഥൈനിന് കുറവുള്ളത് ഒരു ഹൈഡ്രജനും ക്ലോറിനുമാണ്. ഹൈഡ്രജനും ക്ലോറിനുമുള്ള നല്ല ഒരു ഉൽപ്പന്നമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന HCl. ഞാൻ ഈ ഈഥൈനിലേക്ക് HCl-നെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറും. അങ്ങനെ ഡബിൾ ബോണ്ടായി മാറുമ്പോൾ ബാക്കിയുള്ളവരുടെ വാലൻസി തെറ്റും. ഈ വാലൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ HCl സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു കാർബണിനോടും മറ്റൊരു ബാക്കിയുള്ള ക്ലോറിൻ ആറ്റം മറ്റൊരു കാർബണിനോടും ചേരും. ഇപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? വിനൈൽ ക്ലോറൈഡ് ലഭിച്ചു. നമ്മൾ ഇവിടെ ചെയ്ത റിയാക്ഷൻ്റെ പേര് അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ രാസപ്രവർത്തനം എന്നാണ്. ഇപ്പോൾ വിനൈൽ ക്ലോറൈഡ് ലഭിച്ചിരിക്കുന്നു. ഈ വിനൈൽ ക്ലോറൈഡിനെ നമ്മൾ പോളിമറൈസേഷന് വിധേയമാക്കിയാൽ നമുക്ക് പോളിവിനൈൽ ക്ലോറൈഡ് ലഭിക്കും. n നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡുകളെ എടുത്ത് പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് ലഭിക്കും പോളിവിനൈൽ ക്ലോറൈഡ്. വളരെ സിമ്പിളായി അത് നമ്മൾ പഠിച്ചിരിക്കുന്നു.
ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ നെയിം ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ് ഓഫ് പ്രിപ്പറേഷൻ. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ എഴുതുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത രാസപ്രവർത്തനം ഏതായിരുന്നു? അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ ആയിരുന്നു ആദ്യത്തേത്. രണ്ടാമത് നമ്മൾ ചെയ്തത് പോളിമറൈസേഷൻ ആയിരുന്നു. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കലാശക്കൊട്ടിന് സമയമായി. 18ാമത്തെ ചോദ്യവും എ പാർട്ടും ബി പാർട്ടുമായി വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ എ പാർട്ട് നോക്കാം ആദ്യം. മോളിക്കുലാർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് C4H10O. ഒരു സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം C4H10O ആണ്. എ ക്വസ്റ്റ്യനിലേക്ക്. വിച്ച് ആർ ദ ഫാമിലീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ദിസ് മോളിക്കുലാർ ഫോർമുല? ഈ തന്മാത്രാവാക്യമുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ കുടുംബങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായി പഠിക്കാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. ആൽഡിഹൈഡോ അല്ലെങ്കിൽ CHOയോ അല്ലെങ്കിൽ COയോ വരികയാണ് എങ്കിൽ, അതായത് ആൽഡിഹൈഡ് കുടുംബത്തിൻ്റെയും കീറ്റോ കുടുംബത്തിൻ്റെയും ജനറൽ ഫോർമുല, പൊതു സമവാക്യം എന്ന് പറയുന്നത് CnH2nO എന്നായിരിക്കും. എന്നാൽ അത് ആൽക്കഹോളോ അല്ലെങ്കിൽ ഈത്തറോ ആണ് എങ്കിൽ അവയുടെ പൊതു സമവാക്യം എന്ന് പറയുന്നത് CnH2n+2O. നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള രാസസൂത്രം എന്താണ്? കെമിക്കൽ ഇക്വേഷൻ എന്താണ്? തന്മാത്രാ സൂത്രം എന്താണ്? C4H10O. ഈ C4നെ നമ്മൾ N ആക്കി എടുക്കുകയാണ് എങ്കിൽ 10 4ന്റെ 2 മടങ്ങിനോട് 2 × 4+2 ആണ് 10 = 10 എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇത് ഏതൊക്കെ ഗ്രൂപ്പാണ്. ആൽക്കഹോൾ ഗ്രൂപ്പും ആവാം, അല്ല ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആവാം, അല്ലെങ്കിൽ ഈതർ ഗ്രൂപ്പും ആവാം എന്ന്, അതായത് ആൽക്കോക്സി ഗ്രൂപ്പും ആവാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്കുലാർ ഫോർമുല. ഈ തന്മാത്രവാക്യമുള്ള ഒരു ജോഡി ഫങ്ഷണൽ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക എന്നതാണ് ചോദ്യം. ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു CnH2n+2O എന്ന ഒരു കോമൺ, അതായത് ജനറൽ ഫോർമുല കാണിക്കുന്നവർ ആൽക്കഹോൾ ഗ്രൂപ്പുമുണ്ട്, ഈഥർ ഗ്രൂപ്പുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഫങ്ഷണൽ ഐസോമറിസവും കാണിക്കുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് രണ്ടും വരച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് C4H10O എന്ന ഒരു മോളിക്കുലാർ ഫോർമുലയുള്ള കോമ്പൗണ്ടിൻ്റെ, തന്മാത്രാ സൂത്രമുള്ള ഒരു സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ്. നമുക്ക് ആരൊക്കെ വരച്ചു കൊടുക്കാം ഇവിടെ? ആൽക്കഹോളിനെയും വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈഥറുകളെയും വരച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഇതിൽ നിന്നും ആദ്യം ആൽക്കഹോളിനെ വരയ്ക്കും, എന്നിട്ട് ഈഥറിനെ വരയ്ക്കും. കാർബൺ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു? 4 എണ്ണം ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. C4. H എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണമാണ്. O ഒരെണ്ണവും. ഞാൻ ആൽക്കഹോൾ ആണ് വരയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് തന്നെ OHനെ വരച്ചു വെക്കുന്നു. ബാക്കിയുള്ളവരെ ഹൈഡ്രജൻ വച്ച് അവരുടെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തും കൊടുക്കുന്നു. ഇതോടുകൂടി നമുക്ക് ലഭിക്കുന്നത്, ഈ മോളിക്കുലാർ ഫോർമുല ശരിയാണോ നോക്കണ്ടേ? 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. 3 2 5 5 2 7 7 2 9 9 1 10 സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ള ഒരു ആൽക്കഹോളായി. ഇനി ഒരു ഈതർ വരയ്ക്കാം. ഈതർ എന്ന് പറയുന്നത് 2 വശങ്ങളിലായിട്ട് ഓക്സിജൻ ഗ്രൂപ്പിന്റെ 2 വശങ്ങളിൽ കാർബൺ കോമ്പൗണ്ടുകളുടെ നമ്പറുകളുടെ വ്യത്യാസമുള്ളവരാണ്. ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് CH3 CH2O CH2 CH3A ആണ്. ഇത് മാത്രമാണോ സാധ്യമായിട്ടുള്ളത്? അല്ല,
വ്യത്യസ്ത തരത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഈ OH ഗ്രൂപ്പിനെ നമുക്ക് വേണം എങ്കിൽ ഇവിടെ CH3 ആക്കി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു സെക്കൻഡറി ആൽക്കഹോളായി മാറി, രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ആൽക്കഹോൾ വരുന്നത്. ഇനി ഇങ്ങനെ മാത്രമല്ല, ഈത്തറിനെ വേണം എങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാർബണിന് ശേഷം ഓക്സിജനെ കൊടുക്കാം, എന്നിട്ട് മറ്റേ സൈഡിൽ ബാക്കിയുള്ളവരെയും കൊടുത്തു കഴിഞ്ഞാലും സെയിം മോളിക്യുലാർ ഫോർമുലയുള്ളത് തന്നെയല്ലേ ലഭിക്കുന്നത്? ആണ്. അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞ ഒരു ഫോർമുല ഓർത്തു വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൽക്കഹോളും ഈത്തറുകളും സെയിം ഇക്വേഷൻ ഫോളോ ചെയ്യുന്നവരാണ് എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്യുലാർ ഫോർമുല. ഈ തന്മാത്രാവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ആൽക്കഹോൾ ഗ്രൂപ്പ് കാണിക്കുന്ന ഐസോമറിസം പൊസിഷൻ ഐസോമറിസം ആണ്. എന്നാൽ ഈത്തർ ഗ്രൂപ്പ് കാണിക്കുന്ന ഐസോമറിസത്തെ മെറ്റാമെറിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊസിഷൻ ഐസോമറിസം കാണിക്കുന്നത് ആൽക്കഹോൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒന്നാമത്തെ പൊസിഷനിൽ ആൽക്കഹോൾ ഗ്രൂപ്പുള്ള 4 കാർബണുകൾ അടങ്ങിയ ഒരു കോമ്പൗണ്ടിനെയും രണ്ടാമത്തെ കാർബണിൽ ആൽക്കഹോൾ ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടിനെയും വരച്ച് വെക്കാൻ സാധിക്കും. ഞാനിതാ വരച്ച് വച്ചിരിക്കുന്നത്, നേരത്തെ നമ്മൾ വരച്ച് വെച്ചതാണേ. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം എന്ന് അറിയുമ്പോൾ സി ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുന്നു. ഡി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് മെറ്റാമേഴ്സ് ഹാവിംഗ് ദിസ് മോളിക്യുലാർ ഫോർമുല. ഈ തന്മാത്രാവാക്യമുള്ള ഒരു ജോഡി മെറ്റാമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. നേരത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈത്തർ ഗ്രൂപ്പുകൾ കാണിക്കുന്നത് മെറ്റാമറിസം ആണ്. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ വരച്ചിരുന്നു, ഓർമ്മയില്ലാതെ ഞാനത് ചെറുതായിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. CH2O CH2 CH3, അതോടൊപ്പം മറ്റൊന്നാണ് CH3O CH2 CH2 CH3. പൊസിഷൻ ഐസോമറിസം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതോ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു ചേരുന്ന പൊസിഷന്റെ മാറ്റം കാണിക്കുന്ന കോമ്പൗണ്ടുകൾ, എന്നാൽ അവരുടെ മോളിക്യുലാർ ഫോർമുല തന്മാത്രാ സൂത്രം സെയിം ആയിരിക്കും, പക്ഷെ പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. എന്നാൽ മെറ്റാമറിസം കാണിക്കുന്നത് ഓക്സിജൻ ആറ്റത്തിന് ചുറ്റുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ വ്യത്യാസത്താൽ ഐസോമറിസം കാണിക്കുന്നതിന് നമ്മൾ മെറ്റാമേഴ്സ് എന്നാണ് വിളിക്കാറ്. അതോടുകൂടി 18ന്റെ എ പാർട്ട് അവസാനിച്ചിരിക്കുന്നു. ബി പാർട്ടിലേക്ക്, യഥാർത്ഥ കലാശക്കൊട്ടിലേക്ക്. C4H6 ഈസ് എ മോളിക്യുലാർ ഫോർമുല ഓഫ് ആൻ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ. C4H6 ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ തന്മാത്രാവാക്യമാണ്. C4H6. എ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ഫാമിലി ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ് ടു. ഈ ഹൈഡ്രോകാർബൺ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ പൊതുസമവാക്യം എഴുതുക. നമ്മൾ നേരത്തെ എപ്പോഴോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് ഉള്ളവരെ നമ്മൾ ആൽക്കൈനുകൾ എന്ന് വിളിക്കും. അവരുടെ പൊതു സമവാക്യം ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. ഇനി ഡബിൾ ബോണ്ട് ഉള്ളവരെ, ദ്വിബന്ധനമുള്ളവരെ നമ്മൾ ആൽക്കീനുകൾ എന്ന് വിളിക്കും. അവയുടെ ജനറൽ ഫോർമുല CnH2n എന്നാണ്. 3 ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ, ത്രിബന്ധനമുള്ളവരെ നമ്മൾ വിളിക്കും ആൽക്കൈനുകൾ. അവയുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ് എന്നും പറഞ്ഞു. ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും Cn, n ഇവിടെ എത്രയാണ്? n = 4. H എത്രമാണുള്ളത്? 6. അതായത് 6 എന്ന് പറയുന്നത് n-ന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറവാണ്. അതിനാൽ ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽക്കൈനാണ്. അപ്പോൾ ജനറൽ ഫോർമുലയെ ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കണം. എയുടെ ആൻസർ
CnH2n-1 നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ പോസിബിൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ. ഈ ഹൈഡ്രോകാർബണിന്റെ സാധ്യമായ ഘടനാവാക്യങ്ങൾ എഴുതുക. ഞാൻ തൊട്ടടുത്തൊരു പുതിയ പേജ് എടുക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് C4H6 വരയ്ക്കാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ഉള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 എണ്ണമാണ്. ഇതിലുള്ളത് ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനമാണ് ഇതിൽ ഉള്ളത് എന്നും എനിക്ക് മനസ്സിലായി. ത്രിബന്ധനം വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ എവിടെയെല്ലാം? ഇവിടെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവിടെയും വരാം. നമുക്ക് 2 സ്ഥലത്തായിട്ടും വരച്ചു നോക്കാം. ആദ്യത്തേത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഫസ്റ്റ് കാർബണിനും സെക്കൻഡ് കാർബണിനും ഇടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ളവരെ ഞാൻ ഹൈഡ്രജൻ നിറച്ച് വാലൻസി റെഡിയാക്കി കൊടുക്കുന്നു. CH2 CH3. ഇതോടുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു ഈ മോളിക്കുലാർ ഫോർമുല ശരിയാണോ. C4 H എത്രണ്ണം? 1 3 6 ശരിയാണ്. ഇനി അടുത്ത പൊസിഷനിലേക്ക് 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കോമ്പൗണ്ടിനെ ഞാൻ വീണ്ടും വരയ്ക്കുന്നു. സെൻറ്ററിലായിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആറ്റങ്ങൾക്കിടയിലാണ് ഞാൻ ട്രിപ്പിൾ ബോണ്ടിന് നൽകുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവയുടെ വാലൻസി ക്ലിയർ ചെയ്യുന്നതിനായി ഹൈഡ്രജനെ ഇട്ട് കൊടുക്കുന്നു. സെയിം സിമ്പിൾ. ക്വസ്റ്റ്യൻ ബിയും നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി സിയിലേക്ക്. ഈ സംയുക്തങ്ങൾ കാണിക്കുന്ന ഐസോമെറിസം ഏതാണ്? തിരിച്ചറിയുക. ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വളരെ സിമ്പിളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ കാണിക്കുന്ന ഐസോമെറിസത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പൊസിഷൻ ഐസോമെറിസം എന്നാണ്. ബോണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയോ സ്ഥാനത്തിൻ്റെ വ്യത്യാസമല്ലേ ഇവിടെ കാണുന്നത്. ഇവിടെ ഒന്നാമത്തേതിൻ്റെ രണ്ടാമത്തേതിൻ്റെ ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. എന്നാൽ മറ്റതിലോ രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തിൻ്റെയും ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പൊസിഷനിലുള്ള മാറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത് എന്നറിയുന്നതോടുകൂടി സി ക്വസ്റ്റ്യനും തീർത്തിരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യനിലേക്ക്. 4 hydrogen atoms are added to a molecule of this compound. Write the structural formulae of a pair of chain isomers of the product. ഈ സംയുക്തത്തിന്റെ ഒരു തന്മാത്രയിൽ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഒരു ജോഡി ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 ഹൈഡ്രജനുകൾ കൂട്ടിച്ചേർക്കുന്നു. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവനെ മാത്രം എടുക്കുന്നു, ബാക്കിയുള്ളവരെ ഞാൻ മായ്ച്ചു കളയുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിലേക്ക് നമ്മൾ 4 ഹൈഡ്രജൻ ആറ്റങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. അതായത് +4 ഹൈഡ്രജൻ. ഇതോടുകൂടി ഇവിടെ അഡീഷൻ രാസപ്രവർത്തനം, അഡീഷൻ റിയാക്ഷൻ നടക്കും. അഡീഷൻ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളവർ, ത്രിബന്ധനമുള്ളവർ ദ്വിബന്ധനമായി മാറും, ഡബിൾ ബോണ്ടായി മാറും. ദ്വിബന്ധനമുള്ളവർ ഏകബന്ധനമായി മാറും. അതായത് ഡബിൾ ബോണ്ട് ഉള്ളവർ സിംഗിൾ ബോണ്ടായി മാറും. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആള് ആദ്യം ഡബിൾ ബോണ്ടായി മാറും. എന്നിട്ട് അവിടേക്ക് ഹൈഡ്രജൻ ചേരും. CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3 എന്നായി മാറും. ഇതിലേക്ക് വീണ്ടും ഞാൻ ഹൈഡ്രജനെ ആഡ് ചെയ്യുകയാണ്. 2 ഹൈഡ്രജനും കൂടെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. വീണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് ഈ ഡബിൾ ബോണ്ട് ഒന്നുകൂടെ പൊട്ടി സിംഗിൾ ബോണ്ട് ആയി മാറും. ഇതോടുകൂടി എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ ഒരു ജോഡി ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതായത് പെയർ ഓഫ് ചെയിൻ ഐസോമേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ചെയിൻ ഐസോമറുകൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരേ തന്മാത്രാ സൂത്രവും മോളിക്കുലാർ ഫോർമുലയും, എന്നാൽ വ്യത്യസ്ത എണ്ണം കാർബൺ ആറ്റങ്ങൾ, അതും എവിടെ ലോങ്ങസ്റ്റ് ചെയിനിൽ ഉള്ളതിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ചെയിൻ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ കാർബൺ 4 എണ്ണം ഉള്ളത്. ഇനി ഇതിനെ ഞാൻ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ പൊസിഷനിൽ ഇവനെ എടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഇടാണ്. CH3 CH2 CH3 എന്നിട്ട് ഈ ഒരു CH3യെ ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നു. ഇവ തമ്മിൽ കാണിക്കുന്ന ഐസോമെറിസം എന്തായിരിക്കും? ലോങ്സ്റ്റ് കാർബൺ ചെയിനിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. പക്ഷേ ഇതിന്റെ മോളിക്യുലാർ ഫോർമുല എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. H1 ഉണ്ടാവുള്ളൂ, H2 ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇവർ തമ്മിൽ കാണിക്കുന്ന ഐസോമെറിസം ഏതാണ്? ചെയിൻ ഐസോമെറിസം ആണ് എന്ന് നമുക്കറിയാം. ഇതോടുകൂടി നമ്മളിതാ 18 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് എല്ലാം കുറേയൊക്കെ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ എക്സാം പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൃത്യമായിട്ടുള്ള ഒരു വിശകലനം യഥാർത്ഥത്തിൽ ഞാനല്ല നൽകേണ്ടത്, വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങളാണ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വിശകലനം നൽകേണ്ടത്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷങ്ങളിൽ നിന്നും ഏറെ വ്യത്യാസമുള്ളതാണ്. കുറച്ച് ടഫായിട്ടുള്ള പോർഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിച്ച് ടെക്സ്റ്റ് പുസ്തകങ്ങളിലെ ആക്ടിവിറ്റികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ മിക്കവാറും ആൻസറുകൾ നന്നായിട്ട് ചെയ്യാൻ കഴിയൂ. അതുപോലെ എബോവ് ആവറേജ് ആയിട്ടുള്ള കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പല ടീച്ചേഴ്സ് ഗ്രൂപ്പുകളിലും അതിനെതിരെ വിമർശനങ്ങൾ കാണാം. പക്ഷേ സർക്കാർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾ കണ്ടന്റ് പഠിക്കുന്നതും കൂടും. അതിനനുസരിച്ച് ടീച്ചേഴ്സും കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചെയ്യുന്നൊരു കാര്യമുണ്ട്. സ്കൂളൊക്കെ തുറന്ന് ക്ലാസ്സുകളൊക്കെ നടക്കും, സ്കൂളിൽ ചെല്ലും, പഠിക്കത്തില്ല. സ്കൂളിൽ നിന്ന് അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ തീരാനുള്ള പോർഷൻസേ സ്കൂളിൽ പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലായി പല ഓൺലൈൻ സ്ഥാപനങ്ങളും നൽകുന്ന മാരത്തോണുകൾ മാത്രം കണ്ടാണ് കുട്ടികൾ എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നല്ല മാർക്ക് നേടാൻ ചിലപ്പോൾ അത് നിങ്ങളെ സഹായിക്കാം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അത് നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. വളരെ ഒഫൻറ്റീവായിട്ട് ഇതിനെ സമീപിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഒരു മാരത്തോൺ മാത്രം കണ്ട് കുറേ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുപോകുന്ന ഒരു കുട്ടി എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ സത്ത് പഠിക്കുന്നില്ല. ഇപ്പോൾ മാങ്ങ ഞെക്കിപ്പഴുപ്പിച്ച മാങ്ങയ്ക്ക് മധുരം ഉണ്ടാവില്ല എന്നെൻ്റെ ഉപ്പ എപ്പോഴും പറയാറുണ്ട്. അതുപോലെയാണ് എക്സാമിന് തൊട്ട് മുമ്പ് മാരത്തോൺ മാത്രം കണ്ടുപോകുന്നൊരു കുട്ടി. ചിലപ്പോൾ കാണാൻ നല്ല പഴുത്തതുപോലെ ഉണ്ടാവും, നിൽക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങുന്നുണ്ട്, നല്ല പഴുത്തതാണെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും. പക്ഷേ അതിനെ കടിച്ചു നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ അത് യഥാർത്ഥത്തിൽ പഴുത്തതല്ല, നെക്കി പഴുപ്പിച്ചതാണ്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നല്ല കണ്ടന്റ് ആവശ്യമാണ്. മുൻ വർഷങ്ങളിൽ പഠിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാരത്തോൺ മാത്രം കണ്ടു പോകുന്ന ഒരു കുട്ടി ആ പോർഷൻസ് മാത്രം പഠിച്ചിട്ട് പോകും. എന്നിട്ട് എന്ത് സംഭവിക്കും? മുകളിലെ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നല്ല കൊറോണ ബാച്ചിൽ പഠിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡിലീറ്റഡ് പോർഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ +1 +2 എത്തിയ സമയത്ത് നമുക്ക് ഫുൾ പോർഷൻ ഉണ്ട്, ഒരു ഭാഗം പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ടീച്ചേഴ്സിനോട് പറയും, സാർ ഫോക്കസ് ഏരിയ ആ ഭാഗം നമുക്ക് എടുത്തിട്ടില്ല. എന്നിട്ട് ഈ ടീച്ചേഴ്സ് ഇരുന്ന് ഒരുപാട് സമയമെടുത്തിട്ട് ആ ടോപ്പിക്കുകൾ വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. എവിടുന്ന് 8, 9, 10 പഠിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് നമ്മളെ +1 +2 ടീച്ചേഴ്സ് സമയം എടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കുന്നത്. അപ്പോൾ സമയം വേസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നതിനപ്പുറത്ത് കുറച്ച് നോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ഫ്രം അമൽ O. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ നമ്പറിൽ വേണമെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാലും